ഇഷ്ടക്കേടേതും പൊറുത്തിടേ കേരളക്കരയാകെ ഇപ്പോൾ ഉത്സവകാലമാണ്. പ്രത്യേകിച്ചും കുംഭമാസം. എല്ലാ ക്ഷേത്രങ്ങളിലും ഉത്സവവും ആഘോഷവും ഒക്കെ നടക്കുന്ന കാലം. ഇന്ന് ചെട്ടിക്കുളങ്ങരയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ദിനമാണ് കുംഭഭരണി ദിനം. ഇവിടുത്തെ ചെട്ടിക്കുളങ്ങര ദേവിയുടെ, ഈ നാടിന്റെ പരദേവതയായ ഗ്രാമദേവതയായ ചെട്ടിക്കുളങ്ങര അമ്മയുടെ ജന്മദിനം. ഇവിടുത്തെ നാട്ടുകാരെല്ലാം തന്നെ ഈ ആഘോഷം വലിയ കെങ്കേമമായി തന്നെ ആചരിച്ചുകൊണ്ടിരിക്കുകയാണ്. കെട്ടുകാഴ്ചകൾ എത്തുന്നു, കുത്തിയോട്ട ബാലന്മാർ വന്നുപോയി. ചുരുക്കത്തിൽ ഇവിടെ എല്ലാവരും തന്നെ ആഘോഷത്തിലാണ്. എല്ലാ വഴികളും ഈ ഗ്രാമത്തിലേക്ക്, ഓണാട്ടുകര എന്നറിയപ്പെടുന്ന ഈ ചെട്ടിക്കുളങ്ങരയിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. കെട്ടുകാഴ്ചകൾ 13 കരകളിൽ നിന്നുള്ള കെട്ടുകാഴ്ചകൾ ഈ ക്ഷേത്രത്തേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ എല്ലാ വഴികളും ചെട്ടിക്കുളങ്ങരയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ അനുഗ്രഹ പുണ്യം നേടാനായി എല്ലാ മനസ്സുകളിലും യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്തേ നമസ്തസ്തേ നമോ നമ എന്ന മന്ത്രം മാത്രമാണ്. ഈ ഗ്രാമദേവത ഇവർക്ക് അമ്മയാണ്. സ്വന്തം വീട്ടിലെ അമ്മയെ പോലെ തന്നെയാണ്. എല്ലാവരും തന്നെ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ചെട്ടിക്കുളങ്ങര ദേവിയുടെ മുന്നിലുള്ള ഈ കാഴ്ചകൾ, ഈ കെട്ടുകാഴ്ചയുടെ മനോഹാരിത, എല്ലാ ദൃശ്യങ്ങളും കാണാം. വിശ്വപ്രസിദ്ധമായ ചെട്ടിക്കുളങ്ങര മഹാക്ഷേത്രത്തിലെ ദേവീക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവത്തിൻ്റെ ഏറ്റവും ധന്യമായ നിമിഷങ്ങളിലേക്ക് ദൂരദർശൻ്റെ ലക്ഷക്കണക്കായ പ്രേക്ഷകർക്ക് സ്വാഗതം. ഓണാട്ടുകരയുടെ പ്രധാന ആധ്യാത്മിക കേന്ദ്രമാണ് ചെട്ടിക്കുളങ്ങര മഹാദേവി ക്ഷേത്രം. അമ്മയുടെ തിരുനാളായ കുംഭഭരണി ദിവസം 13 കരയിൽ നിന്നും അണിയിച്ചൊരുക്കിയ നയനാഭിരാമമായ കെട്ടുകാഴ്ചകൾ, അത് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നാം ഈ കാണുന്ന കാഴ്ചക്കണ്ടത്തിലേക്ക് എത്തിച്ചേരും. 13 കരകളിലെയും ഭക്തജനങ്ങൾ, അമ്മയുടെ മക്കൾ, അമ്മയുടെ ഈ പുറന്നാൾ ദിവസം അമ്മയ്ക്ക് തിരുമുൽ കാഴ്ചയായി അണിയിച്ചൊരുക്കുന്ന, കഴിഞ്ഞ ശിവരാത്രി ദിവസം മുതൽ ആരംഭിച്ച കെട്ടുകാഴ്ചകളുടെ നിർമ്മാണം കഴിഞ്ഞ 7 ദിനരാത്രങ്ങളിൽ ഓണാട്ടുകര ഉറങ്ങിയിട്ടില്ല. ചെട്ടിക്കുളങ്ങരയിലെ 13 കരക്കാരും കഴിഞ്ഞ 7 ദിനരാത്രങ്ങളിൽ ഉറങ്ങാതെ അവർ ഉണർന്നിരുന്ന് അമ്മയുടെ കുത്തിയോട്ട കുമ്മികൾ കൊത്ത് താളം പിടിച്ച് ചുവട് വെച്ച് അവരണിയിച്ചൊരുക്കിയ 13 കരകളുടെയും കെട്ടുകാഴ്ചകൾ ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ ഈ കാഴ്ചക്കണ്ടത്തിലേക്ക് എത്തിച്ചേരും. ഈ സായന്തന സൂര്യൻ പവൻ വാരി വിതറിയ ഈ സായാഹ്നത്തിൽ ഈ ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റമാകെ ജനങ്ങളങ്ങനെ അണിനിരന്നിരിക്കുകയാണ്. നാം ഈ കാണുന്നത് നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ച കൈതവടക്കിൻ്റെയും കൈതതെക്കിൻ്റെയും ഒക്കെ തേരുകളാണ്. ഈ 3 തേരുകൾ, കൈതാത്തെക്കിൻ്റെയും കൈതവടക്കിൻ്റെയും കടവൂരിൻ്റെയും ഒക്കെ തേരുകൾ നേരത്തെ തന്നെ ഈ മണ്ണിൽ വന്ന് സ്ഥാനം പിടിച്ചിട്ടുണ്ട്. പക്ഷേ ചെട്ടിക്കുളങ്ങരയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ 13 കരയ്ക്കും അതാതിൻ്റെ സ്ഥാനമുണ്ട്. ഈരേഴ തെക്ക് തുടങ്ങിയുള്ള 13 കരകളും അതാതിൻ്റെ സ്ഥാനങ്ങളിൽ കാഴ്ചക്കണ്ടങ്ങളിൽ വന്ന് അണിനിരക്കുമ്പോൾ അത് ലോകത്ത് മറ്റെവിടെയും കാണാൻ സാധിക്കാത്ത അത്യന്ത മനോഹരമായ ഒരു കാഴ്ചയായി അത് മാറും. നമുക്കറിയാം, ഭദ്രയുടെ സങ്കല്പം എന്ന് പറയുന്നത് എല്ലാം ഭദ്രമാക്കി തീർക്കുന്നവളാണ് ഭദ്രകാളി. കാലത്തെ ഭദ്രമാക്കുന്ന ശക്തിയാണ്, കാലത്തിൽ അടങ്ങിയിരിക്കുന്ന ഭദ്രയുടെ ശക്തിയാണ് ഭദ്രകാളി എന്ന് പറയുന്നത്. കാലത്തിലടങ്ങിയ ശക്തിയാണ് കാളി. കാലത്തിലടങ്ങിയ ശക്തി കാലത്തെ ഭദ്രമാക്കി തീർക്കുമ്പോൾ അത് ഭദ്രകാളിയായി മാറുന്നു. ആ ഭദ്രകാളിയെ നാം ഒരു രൂപത്തിൽ സങ്കല്പിക്കുകയാണ്. ചെട്ടിക്കുളങ്ങരയിലെ ദാരുഗ്രഹത്തിൽ ആ അമ്മ, വിശ്വപ്രസിദ്ധയായ വിശ്വരൂപിണിയായ അമ്മ, ഈരേഴ് 14 ലോകവും അടക്കി വാഴുന്ന അമ്മ ചെട്ടിക്കുളങ്ങരയിൽ ഭദ്രകാളി രൂപത്തിൽ അമരുമ്പോൾ ആ അമ്മയുടെ മുന്നിലേക്ക് ഒരു നാട്ടിലെ ജനത, ഇത് കേവലം കേരളത്തിലെ മാത്രം ജനങ്ങളല്ല,
കേരളത്തിനകത്തും പുറത്തുമുള്ള നിരവധി ആളുകൾ ഇന്നേ ദിവസം ഈ നാട്ടിലേക്ക് എത്തിച്ചേരും. ശിവരാത്രി നാൾ മുതലാണ് നാം ഈ കാണുന്ന തേരുകളുടെയും കുതിരകളുടെയും ഒക്കെ നിർമ്മാണം ആരംഭിക്കുന്നത്. ശിവരാത്രി നാൾ മുതലാണ്. കഴിഞ്ഞ ഒരു കൊല്ലക്കാലം കാത്തിരുന്ന ജനത ഒരു കുംഭഭരണി മുതൽ അടുത്ത കുംഭഭരണി വരെയാണ് ചെട്ടുകുളങ്ങരയുടെ കലണ്ടർ എന്ന് പറയുന്നത്. ചെട്ടുകുളങ്ങരയ്ക്ക് അതിൻ്റെതായ ഒരു കലണ്ടറുണ്ട്. ഈ ചെട്ടുകുളങ്ങരയുടെ ഓണാട്ടുകരയുടെ ജീവിത ക്രമങ്ങൾ അത് ചിട്ടപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് ചെട്ടുകുളങ്ങര ക്ഷേത്രത്തിലെ ആട്ടവിശേഷങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഇവിടുത്തെ കലണ്ടർ ക്രമീകരിച്ച് ഇവിടുത്തെ ജനങ്ങളുടെ ഒരു നിത്യ നൈമിത്തിക കലണ്ടർ ക്രമീകരിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് വ്യക്തി ജീവിതത്തിലെ എല്ലാ വിശേഷങ്ങളും അവർ കുംഭഭരണി തൊട്ട് ശിവരാത്രി മുതൽ കുംഭഭരണി വരെയുള്ള ദിവസങ്ങളിൽ വ്യക്തി ജീവിതത്തിലെ കുടുംബത്തിലെ എല്ലാ വിശേഷങ്ങളും അവർ മാറ്റിവെക്കും. എത്ര പ്രാധാന്യമുള്ള വിശേഷമാണെങ്കിലും അതൊക്കെ ശിവരാത്രി മുതൽ കുംഭഭരണി വരെയുള്ള 7-8 ദിവസങ്ങളിൽ അവരൊരു വിശേഷവും വീടുകൾ നടത്താറില്ല. ആ ദിവസങ്ങൾ അമ്മയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ദിവസങ്ങളാണ്. നമുക്കറിയാം കുത്തിയോട്ട കുമ്മികളെക്കുറിച്ച് ലോക പ്രശസ്തമാണ് ചെട്ടുകുളങ്ങരയുടെ കുത്തിയോട്ട കുമ്മികൾ. അമ്മയുടെ അപദാനങ്ങൾ പാടി ചെറുപ്പക്കാർ അങ്ങനെ ചുവട് വെച്ച് അവർ എല്ലാം മറന്ന് ചുവട് വെച്ച് പ്രാക്തനമായ ആ ഗോത്ര സംസ്കൃതിയുടെ തുയിരുണർത്തുപാട്ടുകളായ കുത്തിയോട്ട കുമ്മികൾ പാടി രാവുകൾ മുഴുവൻ ഭക്തിസാന്ദ്രമാക്കുന്ന ആ കുത്തിയോട്ട ചുവടുകൾ ഈ പ്രാവശ്യം 24 വീടുകളിലാണ്. ഈ പ്രാവശ്യം അമ്മയുടെ നേർച്ചയായി കുത്തിയോട്ടം നടത്തുവാൻ വീട്ടുകാർ തയ്യാറായത് 24 വീടുകളിലാണ് ഇപ്രാവശ്യം കുത്തിയോട്ടം നടന്നത്. 24 വീടുകളിൽ കുത്തിയോട്ടം നടന്നു എന്ന് പറയുമ്പോൾ 24 വീടുകളിൽ മാത്രം ആ അനുഷ്ഠാനം അങ്ങനെ നടന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. ആ വീടുകളുമായി ബന്ധപ്പെട്ട് ഓണാട്ടുകരയ്ക്കകത്തും പുറത്തുമായി നടന്ന ഇപ്പോൾ കരുവാറ്റ പോലെയുള്ള പ്രദേശം, അത് കരുവാറ്റ ഓണാട്ടുകരയല്ല, പക്ഷേ കരുവാറ്റ അടക്കമുള്ള ഓണാട്ടുകരയ്ക്ക് അകത്തും പുറത്തുമുള്ള നിരവധി ഭവനങ്ങളിൽ ഈ കുത്തിയോട്ടം നടക്കുമ്പോൾ ആ ഭവനങ്ങളിൽ മാത്രം ഈ അമ്മയുടെ അപദാനങ്ങൾ വാഴ്ത്തിപ്പാടുന്നു എന്നല്ല, ആ ഭവനവുമായി ബന്ധപ്പെട്ട ആ പ്രദേശത്തെ ജനങ്ങൾ ആകമാനം ജാതിയില്ലാതെ മതമില്ലാതെ രാഷ്ട്രീയമില്ലാതെ ഉച്ചനീചതയില്ലാതെ മുഴുവൻ ജനങ്ങളും രാപകല കുത്തിയോട്ടം നടക്കുന്ന വീടുകളിലേക്ക് എത്തുകയാണ്. ആ വീടുകളിൽ എപ്പോഴെങ്കിലും ഈ 7 ദിവസക്കാലത്ത് എപ്പോഴെങ്കിലും ഒരിക്കൽ അമ്മ വന്നു പോകുമെന്നുള്ളതാണ് ഒരു വിശ്വാസം. അത് വിശ്വാസം മാത്രമല്ല, പലപ്പോഴും അനുഭവത്തിൻ്റെ നേർസാക്ഷ്യമായി ഒത്തിരി കഥകൾ കാര്യങ്ങൾ ആളുകൾക്ക് പറയാനുണ്ട്. കുത്തിയോട്ടം നടക്കുന്ന വീടുകളിൽ എപ്പോഴെങ്കിലും അമ്മ എത്തിച്ചേരാറുണ്ട് എന്ന് ഉറപ്പായി ഭക്തന്മാർ വിശ്വസിക്കുകയും അങ്ങനെ പല സാക്ഷ്യങ്ങളും അനുഭവങ്ങളും പറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഏത് രൂപത്തിൽ എങ്ങനെ അമ്മ വരും, ഏത് രൂപത്തിൽ അമ്മ എങ്ങനെ വരും എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇത് നാം ഈ കാണുന്നത് കുത്തിയോട്ടത്തിന്റെ ദൃശ്യമാണ്. ഇവിടെ ഈ കുത്തിയോട്ടം രണ്ടാണ്, കുത്തിയോട്ട ചുവടുകളും കുത്തിയോട്ട കുമ്മികളും. ഇവിടെ ഈ കലാകാരന്മാർ ഈ കുത്തിയോട്ട കുമ്മികൾ, ഈ പ്രാക്തനമായ അമ്മയുടെ ഈ സ്തുതിഗീതങ്ങൾ അതങ്ങനെ ഇമ്പമായി വളരെ കർണാമൃതമായി അതങ്ങനെ ആലപിക്കുമ്പോൾ അതിനകത്ത് അത് നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നത് ഭക്തിയാണ്. ആ ഭക്തിയുടെ ഒരു പാലാഴി കടഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് ഈ ആനന്ദത്തിന്റെ അമൃത് ഉയർന്നു വരുന്നത്. ഇവിടെ ചെറുപ്പക്കാർ, നാം ഈ കാണുന്നത് നമ്മുടെ യുവത്വം വഴിതെറ്റിപ്പോകുന്നു എന്ന് പറയുമ്പോൾ ഓണാട്ടുകരയ്ക്ക് ലോകത്തിന് കൊടുക്കാൻ സാധിക്കുന്ന ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശം ഇതാണ്: ആത്മീയതയുടെ ഒരു പ്രക്രിയയിലൂടെ, അനുഷ്ഠാനത്തിന്റെ ആചാരങ്ങളുടെ ചടങ്ങുകളുടെ ഒരു പ്രക്രിയയിലൂടെ നമ്മുടെ യുവതയെ കടത്തിവിട്ടാൽ ആ യുവത ലോകത്തിലെ ഏറ്റവും സദാചാര നിർഭരമായ സദ്ഗുണസമ്പന്നന്മാരായ യുവാക്കളായി മാറും എന്നുള്ള ഒരു മാതൃക ലോകത്തിന് കാഴ്ചവെക്കുകയാണ് ഓണാട്ടുകര. ലോകമാസകലം എന്ന് ഉത്കണ്ഠപ്പെടുന്നത് വഴിതെറ്റിപ്പോകുന്ന യുവാക്കളെ ഓർത്താണ്. ഇവിടെ നോക്കൂ, എത്ര ചിട്ടയോടുകൂടി, എത്ര അച്ചടക്കത്തോടുകൂടി ഒരു അനുഷ്ഠാന കലാരൂപത്തിലൂടെ വൃതധാരികളായ കൊച്ചുകുട്ടികൾ മുതൽ ചെറുപ്പക്കാർ വരെ അങ്ങനെ കടന്നു പോകുമ്പോൾ ഈ ചെറുപ്പക്കാർ സമൂഹത്തിൽ ഏറ്റവും അനുഗ്രഹദായകരായി മാറുകയാണ്. ഇതിന്റെ തുടർ വിവരണം ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം വീണ്ടും ഉണ്ടായിരിക്കുന്നതാണ്. നന്ദി ശ്രീ അശ്വിനിദേവ്. വിശ്വപ്രസിദ്ധമായ ചെട്ടുകുളങ്ങര കുംഭഭരണിയുടെ തത്സമയ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രചോദനം നമുക്കെന്നും ബുദ്ധിക്കേകുന്ന വിദ്യയെ ധ്യാനിപ്പൂ സർവചൈതന്യ രൂപയാം ആദ്യയെ സദാ. ഈ പ്രപഞ്ചത്തിൻ്റെ മൂല സ്രോതസ്സായി വർത്തിക്കുന്ന പരമ്പൊരുളായിരിക്കുന്ന പരാശക്തിയുടെ പരമകാരുണ്യത്തിനായിക്കൊണ്ട്
ഓണാട്ടുകരയുടെ ഉത്സവം, ഓണം എന്ന രീതിയിൽ അറിയപ്പെടുന്ന ചെട്ടുകുളങ്ങര കുംഭഭരണി 13 കരയിലെയും ജനങ്ങളെ മാത്രമല്ല, മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന ലോകത്തിൻ്റെ ഏതു മുക്കിലും മൂലയിലും സന്തോഷത്തിൻ്റെ അലകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓണാട്ടുകരയുടെ ചെട്ടുകുളങ്ങര അമ്പലം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിൻ്റെ ഒരു ആകാശ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ചെട്ടുകുളങ്ങര അമ്പലത്തിൻ്റെ നേർക്കാഴ്ചയല്ല, നേരത്തെ ദൂരദർശൻ്റെ ക്യാമറാമാൻമാർ ശേഖരിച്ചിട്ടുള്ള ചിത്രമാണ്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നതാകട്ടെ ചെട്ടുകുളങ്ങര അമ്പലത്തിൻ്റെ തിരുമുറ്റവുമാണ്. ചെട്ടുകുളങ്ങര അമ്പലത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ നേർക്കിഴക്കു ഭാഗത്തായി അമ്മയെ ഒരു നോക്ക് കണ്ട് അമ്മയുടെ അനുഗ്രഹം പ്രാർത്ഥിച്ചു നിൽക്കുന്ന ഭക്തജന സഹസ്രങ്ങളെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെട്ടുകുളങ്ങര അമ്പലത്തിൻ്റെ 13 കരകളിൽ നിന്നുള്ള കെട്ടുകാഴ്ചകൾ, ആ കെട്ടുകാഴ്ച കെട്ടി ഒരുക്കിയ സ്ഥലത്ത് നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 4 മണിയോടുകൂടിയാണ് ഈ കെട്ടുകാഴ്ചകളൊക്കെയും അതാത് കരകളിൽ നിന്ന് തിരിക്കുന്നത്. അവയെല്ലാം ദൈർഘ്യമനുസരിച്ച് പല സമയങ്ങളിലായി ഇവിടെ എത്തിച്ചേരും. അങ്ങനെ എത്തിച്ചേരുന്ന കെട്ടുകാഴ്ചകൾക്ക് അകമ്പടി സേവിച്ചുകൊണ്ടും അവയെ വരവേൽക്കുവാനും വേണ്ടി ഭക്തജനങ്ങൾ ഇവിടെ അങ്ങനെ തിങ്ങിക്കൂടുകയാണ്. ഇതാ നോക്കൂ, ഗജരാജമുഖി മൃഗരാജഗഡി എന്നുള്ള കാളിദാസ വചനത്തെ ഓർമ്മിപ്പിക്കുമാറ് അതിഗംഭീരമായിരിക്കുന്ന ഒരു കുതിരയുടെ ആഗമനം, ആകാശം മുട്ടുമാറ് ആ പച്ചില വൃക്ഷങ്ങളുടെ തേങ്ങോലകളുടെ ഇടയിലൂടെ മന്ദമന്ദം ഒരു നവോഢയെ പോലെ കടന്നു വരികയാണ്. അതിൻ്റെ മുന്നിലും പിന്നിലും അനേക സഹസ്രം ഭക്തജനങ്ങൾ ആ അമ്മയുടെ അനുഗ്രഹത്തിനെന്ന വിധം ആ കുതിരയുടെ പിന്നിലും മുന്നിലും കൂടി വരുന്നുണ്ട്. ഇത് ഏത് കരയുടെ കുതിരയാണ് എന്ന് തീർത്ത് പറയാറായിട്ടില്ല. ഇത് കുതിരയാണ് എന്ന് അതിൻ്റെ ലക്ഷണങ്ങൾ കൊണ്ട് പറയാൻ സാധിക്കും. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ അത് ചെട്ടുകുളങ്ങര അമ്പലത്തിൻ്റെ മുന്നിലേക്ക് എത്തിച്ചേരും. ഇത് 2ാമത് കരയായിരിക്കുന്ന ഈരേഴ വടക്കിൻ്റെ അതിമനോഹരമായിരിക്കുന്ന കുതിരയാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതാ ഈ ആകാശ ദൃശ്യ വിസ്മയം ഒന്ന് നോക്കൂ. പച്ചയാം വിരിപ്പിട്ട സഖ്യനിൽ തലവെച്ചും സ്വച്ഛാബ്ദി മണൽത്തിട്ടാം പാദോപദാനം പൂണ്ടും പള്ളികൊള്ളുന്ന കേരളത്തെ മഹാകവി വള്ളത്തോൾ വർണ്ണിച്ചിട്ടുണ്ട്. ആ പച്ചയാം വിരിപ്പിട്ട സഖ്യന്റെ ഒരു പശ്ചാത്തലത്തിലൂടെ ഇതാ ഈരേഴ വടക്കിൻ്റെ ആ കുതിര ഒരു നവോഢയെ പോലെ കടന്നു വരുന്നത് ആരുടെ മനസ്സിനെയാണ് ആകർഷിക്കാത്തത്? വൈരാഗ്യമേറി ഒരു വൈദികനാട്ടെ, ഏറ്റ വൈരിക്കുമും പുഴറിയോടിയ പീരുവാട്ടെ, നേരെ വിടർന്നു വിലസിയിടിന നിന്നെ നോക്കി അരാകിലെന്ത് മിഴിവുള്ളവർ നിന്നിരിക്കാം എന്ന വീണപൂവിലൂടെ ആശാൻ പാടിയതുപോലെ ആ കുതിരയെയും അനുബന്ധമായ കാഴ്ചകളെയും നിർനിമേഷരായി നോക്കി നിൽക്കുന്ന അതിചാരുതയാർന്ന ദൃശ്യവിസ്മയങ്ങളാണ് ചെട്ടുകുളങ്ങര അമ്പലയുടെ തിരുമുറ്റത്ത് നിന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഇവരെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ആഡംബര ആടോപങ്ങളിൽ പങ്കെടുക്കുവാനല്ല, മറിച്ച് ജഗത്സ്വരൂപിണിയായ വിശ്വജനനിയായ ചെട്ടുകുളങ്ങര അമ്മയുടെ അനുഗ്രഹം പ്രാർത്ഥിച്ച് മാത്രമാണ്. ഓം കാളിം മേഘസമപ്രഭ ത്രിനയനാം വേതാളകണ്ഠസ്ഥിതാം ഖഡ്ഗം ഖേടകപാലദാരികശിര കൃത്വാ കരാഗ്രേഷുജ ഭൂതപ്രേത പിശാചമാതിർസഹിതാം മുണ്ടസ്സജാലാം കൃതാം വന്ദേ ദുഷ്ടമസൂരികാതിവിപദാം സംഹാരിണീമീശ്വരീം എന്ന് കവി പാടിയിട്ടുള്ളതുപോലെ താപത്രയത്തിൽ നിന്ന് മനുഷ്യരാശിയെ മോചിപ്പിക്കുവാനും വേണ്ടി നിലകൊള്ളുന്ന ആ ജഗജ്ജനനിയായ ചെട്ടുകുളങ്ങര അമ്മയുടെ തിരുമുറ്റത്ത് ഭക്തരങ്ങനെ വരിയായി നിരയായി ഒഴുകി വരുന്ന സമുദ്രം പോലെ ക്ഷേത്രാങ്കണത്തിലേക്ക് കടന്നു വരുന്ന ഈ ചാരുതയാർന്ന ദൃശ്യത്തെ നിങ്ങളൊന്ന് നോക്കൂ. ഇത് ആരുടെ മനസ്സിനെയാണ് സന്തോഷിപ്പിക്കാത്തത്? ആരുടെ മനസ്സിലാണ് ഭക്തിയുടെ അംശം ജനിപ്പിക്കാത്തത്? എവിടെ നിന്ന് വരുന്നവരാണ് ഈ ജനസഞ്ചയം? നമുക്ക് പറയാൻ കഴിയുകയില്ല. 13 കരയിൽപ്പെട്ട ജനസഞ്ചയം മാത്രമല്ല ചെട്ടുകുളങ്ങര അമ്പലത്തിലേക്ക് കടന്നു വരാറുള്ളത്, മറിച്ച് ഈ ഓണാട്ടുകരയുടെ മധ്യഭാഗം വിട്ട് മറ്റു പ്രദേശങ്ങളിൽ നിന്നും ഭക്തജനങ്ങൾ ഇവിടേക്ക് വരാറുണ്ട്. ഇപ്പോൾ ഏതാണ്ട് സമയം 5:45 ആയിട്ടേ ഉള്ളൂ. ഇതാ അതിചാരുതയാർന്ന ഒരു കുതിരയുടെ ഇടഭാഗം നിങ്ങൾ കാണുകയാണ്. ഇത് ഏത് കുതിരയാണ് എന്ന് തിരിച്ച് പറയാറായിട്ടില്ല. എങ്കിലും അത് ഈരേഴ തെക്കിൻ്റെ ആവാം, ഈരേഴ വടക്കിൻ്റെ ആവാം, അല്ല എന്നുള്ളത് കൈത തെക്കിൻ്റേതാണ്.
അത് വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ എന്തിനെങ്കിലും സംശയിച്ചിരിക്കുന്നു, സംശയം ആരുടെയെങ്കിലും മനസ്സിലുണ്ടായാൽ അവിടെ സംശയത്തെ പരിഹരിച്ച് ശാന്തി സമാധാനവും നൽകുകയാണല്ലോ അമ്മ ചെയ്യാറുള്ളത്. അതെ, ഇത് കൈത തെക്കിൻ്റെ കുതിര തന്നെയാണ്. കൈത തെക്കിൻ്റെ കുതിര നവോഢയായ ഒരു യുവതിയെപ്പോലെ ആകാശം മുട്ടുമാറ് നിൽക്കുന്ന ആ നിൽപ്പ് ഒന്ന് നോക്കൂ. ആരെയാണ് ഈ കാഴ്ച അത്ഭുതപ്പെടുത്താത്തത്? ആകാശ മുട്ടുമാറ് ഇതാ ആകാശത്തിലേക്ക് കൈതൊടാൻ ഇപ്പോൾ സമയം മാത്രം മതി എന്ന് തോന്നുമാറ് ആ കുതിരയെ കാണാൻ നിൽക്കുന്ന ഭക്തജനങ്ങളെ നിങ്ങളൊന്ന് നോക്കൂ. ഇനിയും സന്ധ്യയോടടുക്കുമ്പോൾ 13 കരയുടെയും കെട്ടുകാഴ്ചകൾ ഇവിടേക്ക് എത്തും. ലോകത്തിൻ്റെ മഹാവിസ്മയങ്ങളിലൊന്നായി ചെട്ടുകുളങ്ങര അമ്പലത്തിൻ്റെ തിരുമുറ്റം മാറും. ഞാൻ താനിതല്ല മറ്റൊന്നുമില്ല നൂനം സനാതനം എന്ന് പ്രഖ്യാപിച്ച ആ അമ്മയുടെ തിരുസന്നിധാനമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമ്മയുടെ തിരുസന്നിധാനത്തിൽ മനോഹരമായ ഒരു ആൽവൃക്ഷമുണ്ട്, ഒരു കൂവളവുമുണ്ട്. അത് രണ്ടിൻ്റെയും മധ്യത്താണ് നിങ്ങളിപ്പോൾ ഈ കുതിരയെ കണ്ടത്. കൂവളം ശിവ സാന്നിധ്യത്തെ കുറിക്കുന്നു, ആൽവൃക്ഷമാവട്ടെ വിഷ്ണു സാന്നിധ്യത്തെയും കുറിക്കുന്നു. രണ്ടും ജഗൽപിതാക്കളുമാണ്. പേരുകൾ കൊണ്ട് പലതായി നാം ആരാധിക്കുന്നു എങ്കിലും പൊരുളുകൾ കൊണ്ട് ഒന്നാണ് എന്നറിയിച്ചുകൊണ്ട് ആ അശ്വത്ഥത്തിൻ്റെ ഛായയിൽ നിൽക്കുന്ന നവോഢയെ പോലെ നിൽക്കുന്ന ഈ മനോഹരമായിരിക്കുന്ന ഈ കുതിരയെ നിങ്ങൾ ഒന്ന് നോക്കുക. ഒന്നാം കര എന്ന് പറയുന്നത് ഈരേഴ തെക്കാണ്. ഈരേഴ തെക്കിൻ്റെ ആദ്യകരയായ ഈരേഴ തെക്കിൻ്റെ കെട്ടുകാഴ്ചയ്ക്ക് ഉള്ള ഏറ്റവും വലിയ ഒരു പ്രത്യേകത അത് ഒന്നാം കരയാണ് എന്ന് മാത്രമല്ല, അത് ഈ ഭഗവതിയുടെ ഭദ്രകാളി മുടി വഹിക്കുന്നത് ഈ കെട്ടുകാഴ്ചയിലാണ്. ഭഗവതിയുടെ ഭദ്രകാളി മുടി വഹിക്കുന്നത് ഈ കെട്ടുകാഴ്ചയുടെ പ്രഭടയ്ക്കിരുവശവും തത്തിക്കളിക്കുന്ന തടിയിൽ രൂപകൽപ്പന ചെയ്ത 2 പാവകളെ നമുക്ക് കാണാം. ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ രാജഭരണകാലത്ത് ഓടനാട് രാജാവിൻ്റെ പ്രതിനിധിയായി ഉടവാളേന്തിയ ഒരു പടയാളി ഈ ഈരേഴ തെക്കിൻ്റെ കെട്ടുകാഴ്ചയ്ക്ക് മുന്നാലെ നടന്നു പോകുന്ന ഒരു പതിവ് പണ്ടുണ്ടായിരുന്നു. ഈരേഴ തെക്കിൻ്റെ കുതിര, ഈ ഭദ്രകാളി മുടി വഹിക്കുന്ന കുതിര കടന്നു വരുമ്പോൾ ഈ ഭദ്രകാളി മുടി മറ്റ് 12 കരക്കാരും ക്ഷേത്രത്തിൽ ഈ മുടി പ്രതിഷ്ഠിച്ചു കഴിയുമ്പോൾ ഇവിടെ വന്ന് പൂജിക്കാറുണ്ട്. ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ അടക്കമുള്ള വിശിഷ്ട അതിഥികൾ, നിരവധി ആളുകൾ ഇത്തവണ കുംഭഭരണി ഈ മഹോത്സവം നേരിട്ട് കാണുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നാം ഈ കാണുന്നത് വിശാലമായ ഓണാട്ടുകരയുടെ ആ ഗ്രാമപാതയിലൂടെ ചെട്ടുകുളങ്ങര അമ്മയുടെ തിരുമുന്നിലേക്ക് ആ കിഴക്കൻ ദിക്കിൽ നിന്ന് ഈരേഴ തെക്കിൻ്റെ കുതിര അങ്ങനെ തലയെടുപ്പോടുകൂടി കടന്നു വരുന്ന മനോഹരമായൊരു കാഴ്ചയാണ്. കുതിര എന്നുള്ള നാമവും ഈ രൂപവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ആകൃതിപരമായ ബന്ധമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇതിൻ്റെ എടുപ്പും ഇതിൻ്റെ ആ തലപ്പൊക്കവും കൊണ്ട് ഇതിനെ കുതിര എന്ന് വിളിക്കുന്നു എന്നർത്ഥമാക്കിയാൽ മതി. പൂർണ്ണമായും അതുകൊണ്ട് മാത്രം പണിതീർത്ത ഒരു കെട്ടുകാഴ്ചയാണിത്. ഇവിടെ ഇറക്കുമതി ചെയ്ത ഒരു കാര്യവും അവരുപയോഗിച്ചിട്ടില്ല. ഈ നാട്ടിൽ നിന്ന് കിട്ടുന്ന ഈറയും പനയും ചകിരിനാരുകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് കരവിരുതുകൊണ്ട് കൈവേലയിൽ പണിതീർത്തെടുത്ത ഒരു കെട്ടുകാഴ്ച എന്ന അർത്ഥത്തിൽ ഇതിന് ഈ ഗ്രാമത്തിൻ്റെ വിശുദ്ധിയുണ്ട്, ഈ ഗ്രാമത്തിൻ്റെ സുഗന്ധമുണ്ട്, ഈ ഗ്രാമത്തിൻ്റെ ശക്തിയുണ്ട്. ഇവിടെ അണിചേർന്നിരിക്കുന്ന ജനങ്ങൾ, എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ജനങ്ങളും ഇത് ഈ ദേശത്ത് ഈ ജനങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. മനോഹരമായ കാഴ്ചയാണ്. ക്ഷേത്രത്തിൽ നേരത്തെ തന്നെ എത്തിച്ചേർന്ന 3 കുതിരകളുടെ പശ്ചാത്തലത്തിൽ ഈരേഴ തെക്കിൻ്റെ കുതിര അങ്ങനെ വളരെ വിദൂരതയിൽ വന്ന് നിൽക്കുകയാണ്. ശ്രീദേവിലാസം ഹിന്ദുമത കൺവെൻഷനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഈ ചെട്ടുകുളങ്ങര പ്രദേശം പഞ്ചായത്ത് മുഴുവനായിട്ടും, അതുപോലെ തന്നെ മാവേലിക്കര മുനിസിപ്പാലിറ്റിയുടെ കുറേ ഭാഗങ്ങളെ, കായംകുളം മുനിസിപ്പാലിറ്റിയുടെ കുറേ ഭാഗങ്ങളെ, ഈ പ്രദേശങ്ങളെല്ലാം കൂടെ വ്യാപിച്ചു കിടക്കുന്ന സ്ഥലമാണ് 13 കരയെന്ന് പറയുന്നത്. ഇത്രയും സ്ഥലങ്ങളാണ് അതിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് 13 കര. അങ്ങനെ ഓരോ കരയ്ക്കും ഓരോ ഏരിയയുണ്ട്. ആ ഏരിയയിൽ നിന്നും പ്രത്യേക അതിർത്തി നിശ്ചയിച്ചിട്ടുണ്ട്. ആ ഏരിയയ്ക്കുള്ളിൽ നിന്ന് ഓരോ കരയെ നിശ്ചയിച്ചിട്ട് അവിടെ നിന്നുള്ള ആൾക്കാരെ ജനാധിപത്യമായ രീതിയിൽ പൊതുയോഗം കൂടി അവിടുത്തെ ഭരണസമിതിയെ തിരഞ്ഞെടുക്കുകയും അതിൽ നിന്ന് 3 അംഗങ്ങളെ ഈ ക്ഷേത്രത്തിൻ്റെ ഭരണസമിതിക്കായിട്ടുള്ള ശ്രീദേവിലാസം ഹിന്ദുമത കൺവെൻഷനിലേക്ക് തിരഞ്ഞെടുത്ത് വിടുകയും അങ്ങനെയാണ് ഈ ഭരണസമിതി രൂപീകൃതമായിട്ടുള്ളത്.
ഗ്രാമത്തിൻ്റെ അധിപ മാത്രമല്ല, ഓരോ വീടിൻ്റെയും കാരണവത്തി കൂടിയാണ്. എന്തും ആ കാരണവത്തിയെ ഏൽപ്പിക്കാം. കുഞ്ഞിനെ നോക്കാനായിട്ട് വല്യമ്മ ഈ കുഞ്ഞിനെ ഒന്ന് നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് വീട്ടമ്മമാർ വെളിയിലേക്ക് ഇറങ്ങിപ്പോകും. വല്യമ്മ ഈ കൊഞ്ചും മാങ്ങായും ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കോണേ എന്ന് പറഞ്ഞിട്ട് അടുക്കളയിൽ നിന്ന് അവർ വെളിയിലെ കാര്യങ്ങളിലേക്ക് പോകും. ഇങ്ങനെ നാട് ഒരു ആത്മീയതയുമായും ദൈവവുമായും ഗ്രാമദേവതയുമായും പരസ്പരം ആലിംഗനം ചെയ്തു നിൽക്കുന്ന ഒരു ഉത്സവമാണിത്. അതുകൊണ്ട് തന്നെയാണ് ഓണാട്ടുകരയുടേതല്ല, ചെട്ടികുളങ്ങര ഗ്രാമത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ സൂചകമാണ്, ജോഗ്രാഫിക്കൽ ഇൻഡെക്സ് ആണ് ചെട്ടികുളങ്ങര കുംഭഭരണി. കുംഭഭരണിക്ക് എങ്ങനെ ഒരു ഗ്രാമത്തിൽ അത് വന്നു ചേർന്നു ഈ മനോഹരമായ ശില്പ ചാരുത? അത് മനുഷ്യർക്ക് കാണാൻ വേണ്ടിയല്ല. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചെട്ടികുളങ്ങര അമ്മ എന്ന എല്ലാ വീടുകളുടെയും അധിപയായിരിക്കുന്ന ആ വല്യമ്മയ്ക്ക് കണ്ട് ആസ്വദിക്കുന്നതിന് വേണ്ടിയാണ് നിർമ്മിച്ചിട്ടുള്ളത്. എന്തൊരു സങ്കല്പമാണ്! മനുഷ്യനെ മാത്രം കാണാൻ വേണ്ടിയല്ല, ദേവതാ സങ്കല്പത്തിൽ ദേവിക്ക് കാണുന്നതിന് വേണ്ടി, ആസ്വദിക്കുന്നതിന് വേണ്ടി ആണ് ഇത് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. കൂടുതൽ വിശദമായി ഇതിനെക്കുറിച്ച് പറയുന്നതിന് വേണ്ടി ഞാൻ കമന്റേറ്റേഴ്സിന് മൈക്ക് കൈമാറുകയാണ്. ആകാശ നോക്കൂ, പൊട്ട് പോലെ മനുഷ്യന്റെ ശിരസുകൾ, അതിൻ്റെ ഇടയിലൂടെ അടിവെച്ച് ക്ഷേത്ര സങ്കേതത്തിലേക്ക് കടന്നു വരുന്ന ഒരു കരയുടെ കുതിര. എത്ര മനോഹരമാണ് ഈ ദൃശ്യം! ഒരു പൊട്ടുപോലെ തോന്നുന്ന ഈ മനുഷ്യ സാഗരം നിമിഷങ്ങൾ കൊണ്ട് ചെട്ടികുളങ്ങര അമ്പലത്തിൻ്റെ അങ്കണത്തെ കൂടി മനുഷ്യ സാഗരമാക്കി മാറ്റും. മണ്ണിട്ടാൽ താഴാത്ത വിധം എന്നത് ചെട്ടികുളങ്ങര അമ്പലത്തെ സംബന്ധിച്ച് ഒരിക്കലും ഒരു അതിശോക്തിയല്ല എന്ന് അല്പസമയവും കൂടി കഴിയുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും. 13 കരകളിൽ നിന്നുള്ള കെട്ടുകാഴ്ചകളിൽ മിക്കതും ഏതാണ്ട് ചെട്ടികുളങ്ങര അമ്പലത്തിൻ്റെ സമീപ പ്രദേശങ്ങളിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് ഈ ആകാശ വിസ്മയ കാഴ്ചയിലൂടെ നാം മനസ്സിലാക്കിയിരിക്കുന്നത്. ഒന്നിനു പിന്നാലെ ഒന്നായി ക്ഷേത്രത്തിൻ്റെ പരിസരങ്ങളിലായി തമ്പടിച്ചിരിക്കുന്ന ഈ 13 കരയുടെയും കെട്ടുകാഴ്ചകൾ ക്രമമനുസരിച്ച് മാത്രം ദേവിയെ പ്രണമിച്ച് കാഴ്ചക്കണ്ടം എന്ന് ശ്രീ ഗോപകുമാർ സാർ സൂചിപ്പിച്ച ഗാലറിയിലേക്ക് മാറ്റപ്പെടും. അതൊന്ന് കാണുവാൻ എവിടെ നിന്ന് എത്ര ലക്ഷം ആളുകൾ എപ്പോഴൊക്കെ എത്തിച്ചേരും എന്ന് മുൻകൂട്ടി പ്രവചിക്കുവാൻ ആർക്കും സാധ്യമല്ല. എല്ലാവിധ സുരക്ഷാ വലയങ്ങളും തീർത്തിരിക്കുന്ന ഈ പ്രദേശത്ത് സാങ്കേതികമായി പോലീസിൻ്റെയോ അല്ലെങ്കിൽ ശ്രീ ദേവിവിലാസം ഹിന്ദുമത കൺവെൻഷൻ്റെയോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെയോ ഒക്കെ സുരക്ഷ വേണം എങ്കിൽ പോലും എല്ലാവരെയും കാത്തുകൊള്ളുന്ന ജഗദംബ ഇവിടെ ഉണ്ടായിരിക്കെ മറ്റൊരു സുരക്ഷയുടെ ആവശ്യമുണ്ടോ? നോക്കൂ ഈ ജനസഞ്ചയത്തെ. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒരു തുള്ളി മണ്ണിട്ടാൽ ഇവിടെ താരുമോ? ഇത് യാഥാർത്ഥ്യമാണോ അതിശയോക്തിയാണോ? നോക്കുക, ഇത് സത്യമല്ലേ, യഥാർത്ഥതമല്ലേ, സ്വഭാവോക്തി അലങ്കാരം തന്നെയല്ലേ? ഒരു നുള്ളു മണ്ണിട്ടാൽ താഴാത്ത വിധം ഈ ജനസഞ്ചയം നോക്കി നിൽക്കുന്നത് ഈ മനോഹരമായ ചാരുതയാർന്ന ദൃശ്യ വിസ്മയത്തെയാണ്. ഇത്തരമൊരു വിസ്മയം ലോകത്ത് ചെട്ടികുളങ്ങര അമ്പലത്തിലല്ലാതെ മറ്റെവിടെയാണ് കാണാൻ കഴിയുക? ഭരണിയും കുത്തിയോട്ടവുമുള്ള അനേകം അമ്പലങ്ങൾ കേരളത്തിൽ തന്നെയുണ്ട്. പക്ഷെ അവയൊന്നും ചെട്ടികുളങ്ങര കുംഭഭരണിയോട് കിടപിടിക്കുകയില്ല. രാമനും രാവണനും തമ്മിലുള്ള യുദ്ധം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ അതിനൊരു സാമീപ്യം പറയാൻ ഒക്കുമോ? ഇതാ നോക്കൂ, 2 കുതിരകൾ ഒരുമിച്ച് നിൽക്കുന്നു. ഇതിലേതാണ് കേമം? ആർക്ക് പറയാൻ സാധിക്കും? വൻ തെന്നലേറ്റുലയുമുൽപ്പല നൽപ്രസൂനം ചാഞ്ചാട്ടമൂട് പടവെട്ടുമ ധീരനോട്ടം മാൻപേടയോട് ഗിരികന്യകത ആഗ്രഹിച്ചോ മാൻപേട തന്നെ ഗിരികന്യകയോട് അഭ്യസിച്ചു എന്ന് പാർവതിയുടെയും പാർവതിയോടൊപ്പം ഉണ്ടായിരിക്കുന്ന മാനിൻ്റെയും കണ്ണുകളെക്കുറിച്ച് കാളിദാസൻ സൂചിപ്പിച്ചതുപോലെ ഈരേഴ വടക്കിൻ്റെയും ഈരേഴ തെക്കിൻ്റെയും 2 കുതിരകൾ തമ്മിൽ അടുത്തിരുന്നാൽ ഇതിലേതാണ് കേമം എന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയാത്തതുപോലെ അമ്മയുടെ അനുഗ്രഹം ആരിലേക്കാണ്
ചെന്നെത്തുക എന്ന് പ്രവചിക്കാൻ കഴിയാത്തതുപോലെ ഈ ചാരുതയാർന്ന ദൃശ്യവിസ്മയം അമ്മയെ പ്രണമിക്കുവാൻ വേണ്ടി പലതവണയായി ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ദേവവൃക്ഷങ്ങളായ കൂവളത്തിൻ്റെയും അശ്വത്ഥത്തിൻ്റെയും മറപറ്റി ആ സേവപ്പന്തലിലേക്ക് നീങ്ങി അമ്മയെ പ്രണമിക്കുമ്പോൾ നാം ഓരോരുത്തരും ജഗജ്ജനനിയായ അമ്മയുടെ പതാരബിന്ദങ്ങളിൽ അറിയാതെ തൊട്ടുപോവുകയാണ്. അല്ലയോ അമ്മേ, സംസാര സാഗരേമഗ്നം ദീനമ്മാം കരുണാനിധി കർമ്മഗ്രാഹഗൃഹീതാംഗം മാമുദ്ധര ഭവാർണവാത് എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. നോക്കുക, ആകാശം മുട്ടുമാർ നിൽക്കുന്ന ഈ ഗരിമയാർന്ന ചാരുതയാർന്ന ഈ കുതിര എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ സാധാരണ കേട്ടിട്ടുള്ള യോദ്ധാക്കൾ സഞ്ചരിക്കുന്ന ഒരു കുതിരയുടെ രൂപമല്ല ഇതിനുള്ളത് എന്ന് പ്രത്യക്ഷത്തിൽ അറിയാം. അതുപോലെ തന്നെയാണ് തേരും. പക്ഷേ ഇതിന് പ്രതീകാത്മകമായ ചില ആശയ തലങ്ങളുണ്ട്. ചെട്ടുകുളങ്ങര അമ്പലത്തിൻ്റെ തിരുവങ്കണത്തിലേക്ക് പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇതാ കാഴ്ചക്കണ്ടത്തിൽ ഇറങ്ങിയിരിക്കുന്ന 3 കുതിരകളെ നിങ്ങളൊന്ന് നോക്കൂ. വൈദ്യുത ദീപത്തിൻ്റെ പ്രഭാപൂരത്താൽ അലങ്കൃതമായിരിക്കുന്ന ചെട്ടുളങ്ങര അമ്മയുടെ തിരുമുറ്റമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. കുട്ടികളെ ഭ്രമിപ്പിക്കുവാൻ ചില കച്ചവടക്കാരും ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ പിന്നിൽ അസ്തമയ സൂര്യൻ ഇതാ ആ സന്ധ്യത്തിലേക്ക് മറയാൻ തുടങ്ങുകയാണ്. ലോകൈക ശില്പി രജനി വനിതയ്ക്കു ചേർത്താൻ നക്ഷത്രമാല പണി ചെയ്യുവതിനു വേണ്ടി സൗവർണ പിണ്ടമതുരുക്കിയെടുത്ത് നീരിൽ മുക്കുന്നിത തപന കൈതവ മണ്ഡലത്താൽ എന്ന് PC ബാലകൃഷ്ണപ്പണിക്ക് ചൊല്ലിയതുപോലെയുള്ള ആ സൂര്യാസ്തമയം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാഴ്ചക്കണ്ടത്തിലേക്ക് ഇറക്കി വച്ചിരിക്കുന്ന 3 കുതിരകളാണ്. നോക്കൂ, ദീപാലങ്കാര പ്രഭയാൽ ചെട്ടുകുളങ്ങര അമ്പലത്തെ തൊട്ട് മുൻഭാഗമാണ്. വൈദ്യുത ദീപത്തിൻ്റെ പ്രഭാപൂരത്താൽ അമ്പലം ശോഭിക്കുന്നുണ്ട് എങ്കിൽ പോലും വൈദ്യുത ദീപമല്ല, പൂജയ്ക്ക് കുത്തുവിളക്കുകൾ തന്നെ വേണം എന്ന പ്രമാണമനുസരിച്ച് ഈ വൈദ്യുത ദീപപ്രഭയുടെ നടുവിലും മനോഹരമായിരിക്കുന്ന ദീപപ്രഭ, വെളിച്ചം, ജ്ഞാനത്തിൻ്റെ ദീപം നിങ്ങൾ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. നോക്കൂ ഈ ദൃശ്യവിസ്മയം. ചെട്ടുകുളങ്ങര അമ്പലത്തിൻ്റെ നേരെ കിഴക്ക് ഭാഗത്ത് നിന്നുകൊണ്ട് പടിഞ്ഞാറോട്ട് നോക്കുമ്പോൾ കാണുന്ന മനോഹരമായ കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ എവിടെയായി ഒറ്റയ്ക്കും തെറ്റയ്ക്കും പറ്റപറ്റമായും ഈ കാഴ്ചക്കണ്ടത്തിലേക്കും ഇതര കെട്ടുകാഴ്ചകളെ വരവേൽക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഭക്തജനങ്ങളെ ആകാശത്തിലൂടെ കാണിച്ചു തരുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരം ഏതാണ്ട് സന്ധ്യ കഴിഞ്ഞിരിക്കുന്നു. ഏതാണ്ട് 7 മണി ആയിരിക്കുകയാണ്. കാഴ്ചക്കണ്ടത്തിലേക്ക് 3 കുതിരകൾ മാത്രമേ ഇതുവരെയും ഇറങ്ങിയിട്ടുള്ളൂ. കാരണം മറ്റുള്ളവ ക്രമാനുഗതമായിട്ട് ഇറക്കാനുള്ളവയാണല്ലോ. പല കെട്ടുകാഴ്ചകളും ക്ഷേത്രാങ്കണത്തിൽ വന്ന് ഇരിപ്പുണ്ട്. പക്ഷെ അവയ്ക്കൊന്നും ഈ കാഴ്ചക്കണ്ടത്തിലേക്ക് ഇറങ്ങാൻ അനുമതിയില്ല. ഇപ്പോൾ ഈരേഴ തെക്കിൻ്റെയും ഈരേഴ വടക്കിൻ്റെയും കൈത തെക്കിൻ്റെയും കെട്ടുകാഴ്ചകളായ കുതിരകളാണ് ഈ ക്ഷേത്രഖണ്ഡത്തെ അലങ്കരിച്ചിരിക്കുന്നത്. ആ കുതിരകളെ ഒന്ന് നോക്കൂ. ഇതിന് ഏതാണ് ഭംഗി എന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല. 3നും ഒരുപോലെ ഭംഗിയുള്ളതാണ് എന്നറിയാൻ സാധിക്കും. എന്തുകൊണ്ടാണ് മറ്റുള്ള കെട്ടുകാഴ്ചകൾ ഈ കാഴ്ചക്കണ്ടത്തിലേക്ക് ഇറങ്ങാത്തത് എന്ന് ചോദിച്ചാൽ, ഇനി വരേണ്ടത് കൈത വടക്കിൻ്റെ കുതിരയാണ്. അതിനുശേഷം കണ്ണമംഗലം തെക്കിൻ്റെ തീരം. അത് ക്രമാനുഗതമായി ഇതിനെന്തെങ്കിലും പുതുമയുണ്ടോ എന്ന് ചോദിച്ചാൽ, എല്ലാ വർഷവും ഈ കുംഭഭരണിയുടെ ഈ കെട്ടുകാഴ്ചകൾ 13 കരകളിലെയും കെട്ടുകാഴ്ചകൾ കാഴ്ചക്കണ്ടത്തിൽ വന്ന് അമ്മയ്ക്ക് അഭിമുഖമായി നിരന്നു നിൽക്കുന്ന ഈ കാഴ്ചയ്ക്ക് ഒത്തിരി കാലത്തെ പഴക്കമുണ്ട്, നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. പക്ഷേ പഴക്കമൊന്നും ഇവിടെ ഒരു പ്രശ്നമല്ല. ഇത് ആത്മീയതയുടെ ഒരു സ്വയം കണ്ടെത്തലാണ്. നമ്മളിവിടെ കാണുന്നത് ഓണാട്ടുകരയിലെ കാർഷിക ജനതയുടെ ഒരു ആചാരമാണ്. നമ്മുടെ നാട്ടിൻ്റെ സംസ്കാരം എന്ന് പറഞ്ഞാൽ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന വലിയ ഫെസ്റ്റിവലുകൾ മാത്രമല്ല. ആ ഫെസ്റ്റിവലുകളിലൂടെ മാത്രമല്ല ഈ നാടിൻ്റെ ദേശീയോത്ഗ്രഥനം സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് ദൂരദർശൻ പോലെയുള്ള വാർത്താമാധ്യമങ്ങൾ ഈ ഗ്രാമങ്ങളുടെ ഉൾത്തുളിപ്പുകളെ പോലും ഒപ്പിയെടുത്ത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ദേശീയോത്ഗ്രഥനം സാധ്യതമാകുന്നത് നാം പ്രത്യേകം തയ്യാറാക്കുന്ന പദ്ധതികളിലൂടെ മാത്രമല്ല, നഗരങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന വലിയ പ്ലാൻഡ് പ്രോഗ്രാമുകളിലൂടെ മാത്രമല്ല, കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നടത്തുന്ന വലിയ ഫെസ്റ്റിവലുകളിലൂടെയോ അന്തർ സംസ്ഥാന സാംസ്കാരികോത്സവങ്ങളിലൂടെയോ മാത്രമല്ല ദേശീയോത്ഗ്രഥനം സാധ്യതമാകുന്നത്. ദേശീയോത്ഗ്രഥനം സാധ്യതമാകുന്നതിന്
ഈ നാടിന് അതിൻ്റെതായ തനതായ ഒരു ശൈലിയുണ്ട്. അതാണ് ഗ്രാമീണ ജനതയുടെ ഈ ഒത്തുചേരൽ എന്ന് പറയുന്നത്. എല്ലാം മറന്ന്, ജാതിയും മതവും രാഷ്ട്രീയവും ഉച്ചനീചതയും എല്ലാം മറന്ന് ഗ്രാമങ്ങളിലെ ജനങ്ങൾ അവരുടെ ആരാധ്യ ദേവതയ്ക്ക് മുന്നിൽ അങ്ങനെ വന്നു ചേരുന്ന ആ ഒരു കാഴ്ച വളരെ മനോഹരമാണ്. ഇതാ ഒരു കുതിര ഇങ്ങനെ വരികയാണ്. കൈത വഴക്കിന്റെ കുതിരയാണെന്നാണ് തോന്നുന്നത്. ആ കുതിര അമ്മയുടെ മുന്നിലേക്ക് എത്തി അമ്മയെ പ്രണമിച്ചിട്ട് അത് കാഴ്ചക്കണ്ടത്തിലേക്ക് ഇറങ്ങും. ആ കുതിര കൂടി കാഴ്ചക്കണ്ടത്തിൽ ഇറങ്ങിയാൽ ബാക്കിയുള്ള കുതിരകളും കെട്ടുകാഴ്ചകളും ഒന്നിനോടൊന്ന് അണിയണിയായി വീണ്ടും കാഴ്ചക്കണ്ടത്തിലേക്ക് ഒന്നൊന്നായി വന്നു നിരക്കും. ഉപ്പളിമാമൻ ആകാശത്ത് വന്നിട്ട് നോക്കുന്ന കാഴ്ചയും നാം കാണുകയാണ്. മറ്റൊരത്ഭുതം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഓണാട്ടുകരയിൽ കോരിച്ചൊരിയുന്ന മഴയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതായി കുംഭഭരണി ദിവസം തെളിഞ്ഞ ആകാശമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പേമാരി അത് ഇന്ന് എങ്ങനെ ഉണ്ടാകും അതൊന്നും ആളുകൾക്ക് ഭയമില്ല. ആളുകൾക്കറിയാം അമ്മ ഇതെല്ലാം കാത്തുപോരും. പ്രകൃതിയുടെ മാതാവാണ് അമ്മ. കഴിഞ്ഞ ദിവസങ്ങളിലെ പേമാരിയുടെ ഒരു ലാഞ്ചന പോലുമില്ലാതെ ഓണാട്ടുകരയെ ആകെ കഴിഞ്ഞ 3 ദിവസങ്ങളായി അമ്മ കഴുകി വൃത്തിയാക്കി. അമ്മ കഴുകി വൃത്തിയാക്കി പരിശുദ്ധമാക്കിയ, പരിപൂതമാക്കിയ, പുണ്യപൂരിതമാക്കിയ, ധന്യധന്യമാക്കിയ, ദിവ്യമാക്കിയ ഓണാട്ടുകരയിലേക്കാണ് അമ്മയുടെ 13 കരയിലെയും മക്കൾ ഈ കെട്ടുകാഴ്ചകളുമായി അങ്ങനെ വരുന്നത്. അവരുടെ തന്നെ അധ്വാനം കൊണ്ട്, ആരുടെയും സാങ്കേതിക സഹായമില്ലാതെ അവരുടെ നാട്ടിൽ കിട്ടുന്ന കൈതയോലകളും പനമ്പുകളും കയറും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അവരുണ്ടാക്കിയ ഈ ഗ്രാമത്തിന്റെ ഹൃദയമാണ് അവരെ എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നത്. ഈ ഗ്രാമത്തിന്റെ സംസ്കാരമാണ് എഴുന്നള്ളി വരുന്നത്. ഈ പ്രാക്തന സംസ്കാരത്തിന്റെ എടുപ്പാണ് എഴുന്നള്ളി വരുന്നത്. അതാണ് ഒരു കുതിര എന്ന് പറയുന്നത്. ഇതിന് കുതിരയുമായി രൂപസാദൃശ്യമില്ല, തേരുമായി രൂപസാദൃശ്യമില്ല. പക്ഷേ അവരിതിനെ തേരെന്ന് വിളിക്കുന്നു, അവരിതിനെ കുതിര എന്ന് വിളിക്കുന്നു. അവരുടെ ഗ്രാമത്തിന്റെ ചൈതന്യത്തെ, അതിന്റെ ഒരു വലിപ്പത്തെ സൂചിപ്പിക്കുവാൻ അവർ ഓമന പേരിട്ട് വിളിക്കുന്നു എന്ന് വിചാരിച്ചാൽ മതി. ഒരു കാലത്ത് ബൗദ്ധ സംസ്കാരത്തിന്റെ വലിയ സ്വാധീനമുണ്ടായിരുന്ന ഒരു നാടായിരുന്നു ഓണാട്ടുകര എന്ന് പറയാറുണ്ട്. ബൗദ്ധ സംസ്കാരം കൊടിപിടിച്ചെന്ന് കൊടുങ്ങല്ലൂരിൽ നിന്നാണ് അമ്മ വന്നത് എന്നുള്ളത് കൊണ്ടും ബൗദ്ധ സംസ്കാരത്തിന്റെ ഒരു അടയാളങ്ങളായി ഈ തേരുകളിൽ വലിയ പഗോഡകളിൽ ബുദ്ധവിഗ്രഹം വെച്ച് എഴുന്നള്ളിച്ചു കൊണ്ടുപോകുന്ന ഒരു ചടങ്ങ് പണ്ടുണ്ടായിരുന്നതിന്റെ ഒരു അവശേഷിപ്പാണ് ഇവിടെ ഈ തേരും കുതിരയും എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ചരിത്രത്തിന്റെ അടരുകൾ ചുകഞ്ഞു പോകുമ്പോൾ തർക്കവിതർക്കങ്ങൾക്ക് വിധേയമാകുന്ന വിഷയങ്ങളാണ്. നമ്മൾ അതിലേക്കൊന്നും കടക്കണ്ട. ഒരു ഗ്രാമീണ ജനത അവർക്ക് ഏറ്റവും പ്രിയങ്കരമായ ചില രൂപങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട അമ്മയുടെ മുന്നിലേക്ക് അവർ ആ രൂപങ്ങളുമായി എത്തുന്നു. അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട അമ്മ, നേരത്തെ ശ്രീ ഗോപകുമാർ സാർ പറഞ്ഞു, അവർക്കിത് വല്യമ്മയാണ്. ആ അമ്മയോട് അവരെല്ലാം പറയും. അമ്മയോട് സ്വന്തം കുഞ്ഞുങ്ങളെ നോക്കാൻ പറയും, അമ്മയോട് അവരുടെ സങ്കടങ്ങൾ തീർക്കാൻ പറയും. എല്ലാം മറന്നിങ്ങനെ മനുഷ്യർ നിൽക്കുകയല്ലേ. അവരെന്താ നോക്കൂ, വീടും കൂടുമൊക്കെ വിട്ടുവന്ന ജനങ്ങളാണ്. പകൽ പോലും വീട് കൂട്ടാതെ പുറത്തിറങ്ങാൻ മടിക്കുന്ന മനുഷ്യർ ഈ രാത്രിയിൽ എല്ലാം അമ്മയെ ഏൽപ്പിച്ചു വന്നിരിക്കുകയാണ്. അവർക്കറിയാം ചെട്ടുകുളങ്ങര വല്യമ്മ എല്ലാം നോക്കുമെന്ന് അവർക്കറിയാം. ആ അമ്മ അവരുടെ എല്ലാം നോക്കുന്ന, എല്ലാം പോറ്റുന്ന അമ്മയാണ്. ഒരു കുത്തിയോട്ട വഴിപാട് നടത്തുന്ന വീട്ടിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ദേവീ സ്ഥാനത്ത് ആ കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും പ്രാർത്ഥന നിർഭരമായി ഇരിക്കുകയാണ്. നേരത്തെ ഇവിടെ പറയുകയുണ്ടായല്ലോ, ഒരു പാവപ്പെട്ട വീട്ടിലെ എല്ലാവരും വളരെ പണം മുടക്കി വലിയ തോതിലുള്ള ചെലവ് വരുന്ന ഈ കുത്തിയോട്ട വഴിപാട് നാട്ടുകാരുടെ സഹായത്തോടുകൂടി അനുഷ്ഠിച്ച ഒരു കുടുംബത്തിൻ്റെ ആ കാഴ്ചകളാണ് നമ്മളിവിടെ കാണുന്നത്. ആ കുത്തിയോട്ടത്തിൻ്റെ ചില ദൃശ്യങ്ങളാണ് നമ്മുടെ മുന്നിൽ കണ്ടത്. ഇപ്പോൾ ക്ഷേത്ര കേന്ദ്രീകൃതമാണ് നമ്മുടെ ഗ്രാമങ്ങൾ എന്ന് ഗോപകുമാർ പറയുകയുണ്ടായല്ലോ. പക്ഷെ ഇവിടെ ഒരു പ്രദേശം തന്നെ, ഇവിടെ എത്രയോ ക്ഷേത്രങ്ങൾ, ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രം, നാഗരാജ ക്ഷേത്രം, സാക്ഷാൽ പരബ്രഹ്മത്തിന്റെ ഉച്ചിറയുള്ള പരബ്രഹ്മം, അങ്ങനെയുള്ള ഒരുപാട് ക്ഷേത്രങ്ങൾ, മാവേലിക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, ഏറ്റവും പ്രാചീനമായ കണ്ടിയൂർ ശിവക്ഷേത്രം, ഇതൊക്കെയുണ്ട്. പക്ഷേ അമ്മയാണ്, ചെട്ടികുളങ്ങര അമ്മയാണ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു വീടിന്റെ നാഥയായിട്ട് കാണുന്നത്. എന്താണ് ആ മാതൃസങ്കല്പത്തിന് ഉള്ള അങ്ങനെ ഒരു
ആ രീതിയിലേക്ക് ഗ്രാമം ദേശം മാറുന്നതിനുള്ള കാരണം എന്താണ് ഗോപകുമാർ എന്ത് വിചാരിക്കുന്നത്? ഇപ്പോൾ നമ്മൾ കാണുന്നത് ക്ഷേത്രസന്നിധിയിലുള്ള ഒരു തേര് കാഴ്ചക്കണ്ടത്തിലെത്തിക്കുന്ന ശ്രമമാണ്. അതിൻ്റെ അവസരം വരുമ്പോൾ, അതിൻ്റെ ക്രമം വരുമ്പോൾ അത് അതിൻ്റെ സ്ഥാനത്ത് മാത്രം പോയി നിൽക്കുന്നു. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു ക്രമമല്ല. ഇതിവിടുത്തെ ജീവിതക്രമത്തിൻ്റെ മറ്റൊരു കലാപരമായ ഒരു രൂപമാണെന്ന് പറഞ്ഞാൽ തെറ്റാവില്ല. 100 കൊല്ലമായി ഇതേ കാഴ്ചകൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. 109 കൊല്ലം മുമ്പ് ശ്രീ ഗോപിനാഥറാവു ഇവിടെ വന്നപ്പോഴും ഇതേ കാഴ്ചയാണ് കണ്ടത്. ഈ തേരും കുതിരയും എന്ന് ഉത്ഭവിച്ചുവോ, എന്ന് ഉൽപ്പാദിപ്പിച്ചുവോ, അന്നു മുതൽ ഇന്ന് വരെ പരിഷ്കൃതിയുടെ ഒരു സർപ്പദംശവും ഇതിലേറ്റിട്ടില്ല. ഇപ്പോൾ വസ്ത്രങ്ങളിൽ വരുന്ന വർണ്ണശബളിമ അല്ലാതെ മറ്റ് യാതൊന്നും ഇതിലേറ്റിട്ടില്ല. അന്നത്തെ അതേ രൂപം, ഒട്ടുമേ വ്യത്യാസമില്ലാത്ത കുതിരയുടെ രൂപം, കുതിരയുടെ പൊക്കം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു സവിശേഷതയായി നമ്മൾക്ക്. അപ്പോൾ ഇതിൽ ആത്മീയതയുണ്ട്. എല്ലാ ഭാവങ്ങളും അതാണ് എല്ലാവരും ഉൾക്കൊള്ളുന്ന ഈ മതേതര സന്ദേശവും ഇതിലുണ്ട്. മതേതര സന്ദേശം മാത്രമല്ല, മതാതീതമായിട്ട് അവിടുത്തെ ഒരു ഗ്രാമ കൂട്ടായ്മ, അതായത് ശിവരാത്രി ഉണ്ടെങ്കിൽ, മഹാശിവരാത്രി ഉണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഗോപുരം അല്ലെങ്കിൽ മകുടം എന്ന് പറയുന്നത് വെളിയിലെടുക്കുന്നത് ഒരു കരക്കൂട്ടായ്മയാണ്. അന്ന് മുതൽ 7 ദിവസത്തെ കടുത്ത അധ്വാനം, അത്യധ്വാനം അത് നടത്തുന്നത് പ്രതിഫലേച്ഛയില്ലാതെയാണ്. അത് നാടിൻ്റെയാണ് എന്ന് കരുതുകയാണ്. അവിടാണ് ആത്മീയതയിൽ പോലും കാണുന്ന കൂട്ടായ്മ. പ്രകൃതിയോടെ മനുഷ്യൻ ലയിച്ചു ചേരുന്നത് രാത്രി. അതെ, ഇത് തന്നെ നോക്കൂ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ആത്മീയത അർപ്പിക്കാം. ഇന്നത്തെ പരിഷ്കൃത ലോകത്തിലെ വൈദ്യുതി കൊണ്ട് അലങ്കൃതമായ ഈ സന്ധ്യ, ഈ അന്തരീക്ഷം, അതിൽ ആകാശത്തിലാണെങ്കിൽ പഞ്ചമിചന്ദ്രൻ നിറഞ്ഞു നിൽക്കുന്നു. അതിനെല്ലാം ഉപരിയായി അത്യത്ഭുതമായ പ്രപഞ്ചത്തിലെ ഏതോ ഒരു ശക്തി, അതാണ് വല്യമ്മ എന്നിവിടെ വിളിക്കുന്നത്. ആ ശക്തി ഇതെല്ലാം നേർക്കാഴ്ചയായി കാണുന്നുവോ എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ മനസ്സിന്റെ ദാർശനികത വളരുന്നു. അവിടെ വേണമെങ്കിൽ മനുഷ്യൻ ആത്മീയൻ ആകി മാറുന്നു. ആ ആത്മീയത ഒരു കൂട്ടായ്മയിലൂടെ വെളിവാടുന്ന അത്യധ്വാനം, അത് ഗ്രാമത്തിന്റെ കൂട്ടായ്മയാണ്. ആ അലങ്കാര ഉത്തരീയം എന്ന് നമുക്ക് വിളിക്കാം. ആ വെളിച്ചം ആ വൈരക്കൊടിയിൽ തട്ടിയിട്ട് അത് സ്വയം ആത്മദീപ്തമാകുകയാണ്. ആ ആത്മദീപ്തമാകുന്ന അവസ്ഥയാണ്, അവിടാണ് വല്യമ്മ പ്രസാദവതിയാകുകയും ചെയ്യുന്നത്. വല്യമ്മയുടെ പ്രസാദത്തിനു വേണ്ടി, വല്യമ്മയുടെ അനുഗ്രഹത്തിനു വേണ്ടിയാണ് ഈ ഭൗതികമായ അധ്വാനം നടത്തിയിരിക്കുന്നതെന്ന് പറയുമ്പോൾ അവിടെ ആത്മീയത വന്നു കഴിഞ്ഞു, അവിടെ ദാർശനികത വന്നു കഴിഞ്ഞു. അപ്പോൾ ദാർശനികതയും അത്യധ്വാനവും ഭൗതികതയും പരസ്പരം ഇണങ്ങി നിൽക്കുന്ന ഒരു ഉത്സവമേള വേറെ എങ്ങും കാണാനില്ല. ഓണാട്ടുകരയിലെ ജനങ്ങളാകെ ഉറങ്ങാതെ ഉണർന്നിരുന്ന് അമ്മയുടെ പാട്ടുകൾ പാടിയ 7 സുന്ദര രാത്രികൾ, 7 പകലുകൾ, കുതിരമൂട്ടിലെ കഞ്ഞി, ആ കഞ്ഞിയുടെ വിഭവസമൃദ്ധമായ, ഞാൻ നേരത്തെ പറഞ്ഞു, കാർഷിക സമൃദ്ധിയുടെ ഓലത്തടയിൽ വാഴയില വെച്ച് അതിനകത്ത് ചൂട് കഞ്ഞി ഒഴിച്ച് ഏറ്റവും വിഭവസമൃദ്ധമായ ഓണാട്ടുകരയിലെ കാച്ചിലും ചേമ്പും ചേനയും
മുതിരയും ഒക്കെ അങ്ങനെ വിളമ്പുമ്പോൾ ഇത്ര രുചിയുള്ള ഭക്ഷണം ഈ ഓണാട്ടുകരയിലല്ലാതെ മറ്റെവിടെയും ലഭിക്കില്ല. ഓണാട്ടുകരയുടെ മാത്രം പ്രത്യേകതയായ അസ്ത്രമെന്ന് പറയുന്ന ഒരു കറിയുണ്ട്. അസ്ത്രത്തിന്റെ രുചി ഏത് പാചക കലാകാരൻ വിചാരിച്ചാലും അസ്ത്രത്തിന്റെ രുചിയുള്ള ഒരു വിഭവം ഉണ്ടാക്കിയെടുക്കുക വലിയ ബുദ്ധിമുട്ടാണ്. അത് ഓണാട്ടുകരയുടെ രുചിയാണ് അസ്ത്രത്തിന്റെ രുചി എന്ന് പറയുന്നത്. അങ്ങനെ അതുപോലെ തന്നെ കാർഷിക സംസ്കൃതിയുടെ ഒരു വലിയ പ്രദർശനമാണ് കുംഭഭരണി എന്ന് പറയുന്നത്. ഈ കുംഭഭരണി ദിവസം നാം ഈ ക്ഷേത്രത്തിന്റെ മുന്നിൽ ഇത്രയധികം ജനങ്ങളെ കാണുമ്പോൾ ഇതേപോലെ തന്നെ ജനങ്ങൾ ഈ ക്ഷേത്രത്തിന്റെ കിഴക്ക് ഭാഗത്തുള്ള ഭരണി ചന്തയിൽ ഇതുപോലെയുള്ള ജനസഹസ്രങ്ങൾ അവിടെ തടിച്ചുകൂടി നിൽക്കുന്നുണ്ട്. ആ ഭരണിച്ചന്തയിൽ കേരളത്തിലെ മുഴുവൻ കാർഷിക ഉൽപ്പന്നങ്ങളും ഉപകരണങ്ങളും നമുക്കിവിടെ കിട്ടും. ആ ഭരണിച്ചന്തയിലും ഇതുപോലെ നമ്മുടെ ദൂരദർശന്റെ ക്യാമറ ഒന്ന് അങ്ങോട്ട് പോയാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇതുപോലെ ഒരു തിരക്ക് ഈ ചെട്ടുകുളങ്ങര ഭരണിച്ചന്തയിലും കാണാം. ഈ ഭരണിയുടെ ഒരു പ്രത്യേകത ഈ ഭക്തിയും അതേപോലെ തന്നെ ഭക്തിയും ഭുക്തിയും ഒരുപോലെ ചേർന്ന് നിൽക്കുകയാണ്. ആത്മീയതയും ലൗകികതയും ചേർന്ന് നിൽക്കുകയാണ്. ഇവിടെ നാം ഈ കാണുന്ന ആത്മീയതയാണെങ്കിൽ ചെട്ടുകുളങ്ങരയുടെ കിഴക്കൻ തൊട്ട് അമ്മയുടെ മുന്നിലുള്ള ആ ഭരണി ചന്തയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ലൗകികതയാണ്. അവിടെ എല്ലാ ഓണാട്ടുകരയിലെ എല്ലാ നടീൽ ഉൽപ്പന്നങ്ങളും അവിടെ കിട്ടും, എല്ലാ വിത്തുകളും കിട്ടും, എല്ലാ കാർഷിക ഉപകരണങ്ങളും കിട്ടും. അത് വാങ്ങിക്കുവാൻ വേണ്ടി ഇതുപോലെ തന്നെ ആയിരക്കണക്കായ കർഷക ജനത വന്ന് അവിടെ നിന്ന് ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോകും നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു ഭാഗത്ത് ആത്മീയത, മറുഭാഗത്ത് ഭൗതികത, ഈ രണ്ടും കൂടി ചേരുകയാണ് ചെട്ടുകുളങ്ങരയിൽ. നമുക്കത് കാണാൻ സാധിക്കുന്നില്ല. നമ്മൾ ഈ ആത്മീയത മാത്രമേ കാണുന്നുള്ളൂ. എന്നാൽ ഇതേപോലെ തന്നെ ഭൗതികതയും അപ്പുറത്ത് കാണും. ആ ഭൗതികതയ്ക്കും ആത്മീയതയ്ക്കും ലോകത്തിന് ഒരേപോലെ പ്രാധാന്യമുണ്ട്. ഭൗതിക സമൃദ്ധിയിൽ നിന്ന് ആത്മീയതയുടെ സുന്ദര സൂര്യങ്ങൾ വിരിയൂ എന്നുള്ള സമ്മോഹനമായ കാഴ്ചപ്പാട് ലോകത്തിന് കൊടുക്കുന്നത് ചെട്ടുകുളങ്ങരയാണ്. ഭൗതികതയില്ലാതെ നമുക്ക് ആത്മീയതയ്ക്ക് മാത്രമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ആത്മീയതയില്ലാത്ത ഭൗതികത ആകെ ദരിദ്രമാണ്. ആ ലോകം നമ്മളെ വല്ലാതെ മടുപ്പിക്കുന്നതാണ്. ആ ലോകം വിരസമാണ്. അത്തരമൊരു ലോകമാണ് പാശ്ചാത്യ ലോകം. ആത്മീയതയില്ലാത്ത ഭൗതിക ലോകം. അവിടെ ആത്മവിശ്രാന്തിയില്ല. അതുകൊണ്ട് മനുഷ്യരാകെ അസ്വസ്ഥപൂർണരാണ്. ആത്മീയതയില്ലാത്ത ഭൗതിക ലോകത്തിൽ എത്ര ധനസമൃദ്ധി ഉണ്ടായാലും ശരി, മനുഷ്യർ ആത്മനിർവൃതിയില്ല, ആത്മശാന്തിയില്ല. അതുകൊണ്ട് ആ ജനങ്ങൾ ആകമാനം ആത്മശാന്തി തേടി ഭാരതത്തിലേക്ക് വരുന്നു. ഭാരതത്തിൽ ആത്മീയതയ്ക്കും ഭൗതികതയ്ക്കും ഒരുപോലെ പ്രാധാന്യം കൊടുക്കുന്നു. ആത്മീയതയിൽ അധിഷ്ഠിതമായ ഭൗതിക ജീവിതം അതിന്റെ പ്രകടനമാണ് നാം ഈ കാണുന്നത്. ഇതൊക്കെ ശാസ്ത്രത്തിന്റെ സജ്ഞകളാണ്, സൂചകങ്ങളാണ്. ഒരു വലിയ തത്വം ഈ ചെട്ടുകുളങ്ങര ലോകത്തിന് കാഴ്ചവെച്ചു കൊടുക്കുകയാണ്. ഒരു വലിയ ആത്മീയ രഹസ്യം ഈ ചെട്ടുകുളങ്ങര ലോകത്തിന്റെ മുന്നിൽ അനാവരണം ചെയ്യുകയാണ്. ആത്മീയതയില്ലാതെ ഭൗതികതയില്ല, ഭൗതികതയില്ലാതെ ആത്മീയതയില്ല. ആത്മീയതയിൽ അധിഷ്ഠിതമായ ഭൗതിക വളർച്ചയാണ് മനുഷ്യന് വേണ്ടത്. ഏത് ഭൗതിക വളർച്ചയിലും ആത്മീയത കൈമോശം വന്നു പോയാൽ ആ വളർച്ച എത്ര വലുതാണെങ്കിൽ പോലും അത് ആത്മാവില്ലാത്തൊരു ലോകം എത്ര ദരിദ്രമാണ് എന്ന് നമുക്കറിയാം. പാശ്ചാത്യ ലോകം ഇന്ന് ആകെ അനുഭവിക്കുന്നത് ഈ ആത്മീയത ശൂന്യമായ ഭൗതിക വളർച്ചയിൽ ആകെ തകർന്നുപോയ പാശ്ചാത്യ ജനത നമ്മുടെ ഭാരതത്തിലെ ആശ്രമങ്ങളിലേക്ക്, തപസ്ഥാനങ്ങളിലേക്ക്, ഹിമാലയം അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് കടന്നു വരികയാണ്. നമ്മുടെ കുതിര, ഈ അമ്പന ചുംബിയായ കുതിരയും തേരുമൊക്കെ ഇങ്ങനെ വന്നിറങ്ങുമ്പോൾ ഇതൊക്കെ മനുഷ്യന്റെ അധ്വാനത്തിന്റെ ഫലമാണ്. അധ്വാനത്തിന്റെ ഫലം സ്വന്തം ദേവതയ്ക്ക് സമർപ്പിക്കുന്നു. അതിനകത്ത് ആരുടെയും കയ്യൊപ്പില്ല. ഇതുണ്ടാക്കിയ ഒരാശാരിയും ഇവിടെ ഒന്നും എഴുതി വെച്ചിട്ടില്ല, ഇത് ഞാൻ ഉണ്ടാക്കിയതാണെന്ന് എഴുതി വെച്ചിട്ടില്ല. അമ്മയ്ക്ക് സമർപ്പിക്കുമ്പോൾ അവിടെ ഭൗതികതയുടെ കയ്യൊപ്പില്ല, അഹങ്കാരമില്ല, അഹംഭാവമില്ല. ഇത് എത്രയോ പേര് ചേർന്നാണ് അമ്മയ്ക്ക് സമർപ്പിക്കുന്നത്. അങ്ങനെ ഭൗതികതയുടെ സമൃദ്ധിയിൽ അഹങ്കാര ലേശമില്ലാതെ എല്ലാം അമ്മയ്ക്ക് കൊടുക്കണം. ഇത് കേരളത്തിന്റെ ഒരു പാരമ്പര്യം കൂടിയാണ്. കേരളത്തിൽ നമുക്കറിയാം തിരുവിതാംകൂറിന്റെ ചരിത്രം. വെട്ടിപ്പിടിച്ച സാമ്രാജ്യം മുതൽ ശ്രീപത്മനാഭന് തൃപ്പടിദാനമായി വെച്ചുകൊണ്ട് പത്മനാഭദാസന്മാരായി ലളിതമായി രാജ്യം ഭരിച്ച രാജാക്കന്മാർ, ലളിത മനസ്കരായി ലളിത ജീവിതശൈലിയോടുകൂടി രാജ്യം ഭരിച്ച രാജാക്കന്മാർ ലോകത്തെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരുവിതാംകൂർ മാത്രമേ ഉള്ളൂ. എല്ലാ ഭൗതിക സമൃദ്ധിയും തന്റെ പ്രിയപ്പെട്ട ഭരദേവതയ്ക്ക് മുന്നിൽ സമർപ്പിക്കുന്ന ആ സംസ്കാരം ഭാരതത്തിന്റെ സംസ്കാരമാണ്. ആ സംസ്കാരത്തിന്റെ സുന്ദരമായ ആഖ്യാനമാണ് ചെട്ടുകുളങ്ങരയിൽ നാം ഈ കാണുന്നത്. ചെട്ടുകുളങ്ങര ചന്തയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ആ ഭൗതിക സമൃദ്ധി നമ്മുടെ കാർഷികത നഷ്ടപ്പെട്ടു പോകുന്നതാണ്. നമ്മുടെ പരിസ്ഥിതി നഷ്ടപ്പെട്ടു പോകുന്നതാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഭൗതിക ശാസ്ത്രജ്ഞന്മാർ പറയുന്നു, ഭൗമിക ശാസ്ത്രജ്ഞന്മാർ പറയുന്നു, വരാൻ പോകുന്ന യുദ്ധം കുടിവെള്ളത്തിന് വേണ്ടിയായിരിക്കുമെന്ന് പറയുന്നു. നമ്മുടെ
വരാൻപും മേനാമ്പള്ളിയുടെ തേര് 12ാം കരയുടെ തേര് കാഴ്ചക്കണ്ടത്തിലേക്ക് ഇറങ്ങുകയാണ്. ഇത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു. ഇവിടെ ശ്രീ ഗോപകുമാർ സാറും ശ്രീ മുരളീധരൻ സാറും ഒക്കെ ചർച്ച ചെയ്തു. നമ്മുടെ പാരിസ്ഥിതികമായ കാർഷികമായ സംസ്കാരം നഷ്ടപ്പെട്ടു പോയാൽ ഈ രാജ്യമില്ലാതെയായി പോകും. ഇവിടെ പരിസ്ഥിതിയുമായി ഇണങ്ങാത്ത ജീവിത രീതി ലോകത്തെ ആകെ നശിപ്പിക്കുമ്പോൾ പരിസ്ഥിതിയുമായി ഇണങ്ങിക്കൊണ്ടുള്ള ഒരു ജീവിത മാതൃക ലോകത്തിന് കാഴ്ചവെക്കുന്ന നോക്കൂ, ആ ആകാശ കാഴ്ചയിലേക്ക് നോക്കൂ. ആകാശ കാഴ്ചയിൽ അന്തരീക്ഷം എങ്ങനെയാകുന്നു എന്ന് നോക്കൂ. അന്തരീക്ഷവും ഈ കാഴ്ചയുമായി ഇണങ്ങി നിൽക്കുകയല്ലേ ചെയ്യുന്നത്. ഇവിടെ യാതൊരു തരത്തിലുള്ള പരിഷ്കൃതിയില്ല, നാഗരികതയില്ല. അത് സ്വയം അതിനെയെല്ലാം അലിച്ചു മാറ്റിയിട്ട് മറ്റൊരു അവസ്ഥാന്തര സവിശേഷതയിലേക്ക് പോവുകയാണ്. ഇങ്ങനെ ഒരു ഉത്സവവേള മറ്റൊരു ക്ഷേത്രത്തിലും മറ്റൊരു സ്ഥലത്തും ഉണ്ട് എന്ന് പറയാനാവും. അതാണ് ഇതിൻ്റെ ശ്രീ മുരളി ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായി നമുക്ക് പറയാനുള്ളത് അത് മാത്രമാണ്. ഇവിടെ ഏത് ഭാവം നിങ്ങൾ ആരോപിക്കൂ, ആ ഭാവം നിങ്ങൾക്ക് കിട്ടും. മനുഷ്യാധ്വാനം മതിയോ, അത് കിട്ടും. ആത്മീയത വേണോ, അത് കിട്ടും. ഭക്തി, അതാണ് വല്യമ്മയെന്ന് വിളിക്കുന്നത്. വല്യമ്മയെന്ന് വിളിക്കുന്നത് സ്നേഹം കൊണ്ട്, ബഹുമാനം കൊണ്ട്, ഭക്തി കൊണ്ട്. കർണമംഗലം തെക്കിന്റെയും വടക്കിന്റെയും തേരുകൾ ജഗദംബയുടെ സമീപത്ത് ഒട്ടുനേരം പ്രണമിച്ചു നിന്നിരുന്നു. വേണമെങ്കിൽ ആധ്യാത്മികമായി നമുക്ക് അതിനെ അങ്ങനെയും കാണാം. ഇപ്പോൾ കാണുന്ന ഈ 4 കുതിരകൾ, ഇരുഭാഗത്തായി നിലകൊള്ളുന്ന 2 തേരുകൾ, ഈ തേരെന്നും കുതിരയെന്നും ഒക്കെ കേൾക്കുമ്പോൾ ചെട്ടുളങ്ങര അമ്പലത്തിൽ വരികയോ ഈ തേരും കുതിരയും ഒന്നും കണ്ടിട്ടില്ലാതിരിക്കുന്നവരോ കേൾക്കുമ്പോൾ അവരൊരു പക്ഷേ മനസ്സിലാക്കിയേക്കാം ഇതെന്ത് തേരാണ്, ഇതെന്തൊരു കുതിരയാണ്. അവർ കണ്ടിരിക്കുന്ന തേര് ചക്രങ്ങളോടുകൂടി കുതിര കെട്ടി ഓടിക്കുന്നതാണ്. അവർ കണ്ടിരിക്കുന്ന കുതിരയെന്ന് പറയുന്നത് പടയോട്ടക്കാർ അല്ലെങ്കിൽ രാജാക്കന്മാർ കയറി സഞ്ചരിക്കുന്നതാണ്. അതും ഇതുമായിട്ട് എന്താണ് ബന്ധം? ഒരു ബന്ധവുമില്ലല്ലോ എന്ന്. ഇതൊക്കെ പ്രതീകാത്മകങ്ങളായിരിക്കുന്ന ചിത്രീകരണങ്ങളാണ്. തേര് എന്നതിന് വേദാന്തപരമായിട്ട് വളരെ അർത്ഥമുണ്ട്. കുതിരയ്ക്കും കഠോപനിഷത്തിൽ ആത്മാനം രഥിനം വിധി ശരീരം രഥമേവതു ഇന്ദ്രിയാണി ഹയഗ്രാവു മനഃപ്രഗ്രഹമേവച്ച എന്നൊരു പ്രമാണമുണ്ട്. വിശ്വപ്രശസ്തമായിരിക്കുന്ന ഈ ജനസഞ്ചയത്തെ കാണുമ്പോൾ മറ്റു വിഷയത്തിലേക്ക് പോകാൻ തോന്നുന്നില്ല. ഒരു ശില്പമാണ് അത്. മറ്റം വടക്ക് അണിയിച്ചൊരുക്കിയത് ഭഗന് ഭക്ഷണവുമായി പോത്തുകൾ വലിക്കുന്ന വണ്ടിയിൽ പോകുന്ന ഭീമസേനന്റെ ഈ ദാരുശില്പമാണ്. ഏകചക്ര ഗ്രാമത്തിലെ ജനങ്ങൾ, ആ ജനങ്ങളെ കൊന്നൊടുക്കിയ ഭഗനെന്ന് പറയുന്ന ഒരു അസുരനെ നിഗ്രഹിക്കുന്നതിന് വേണ്ടി ആ ഭഗനുള്ള ഭക്ഷണവുമായി പോകുന്ന ഭീമന്റെ 80 ഇഞ്ച് ഉടൽവണ്ണവും 12.5 അടി ഉയരവുമുള്ള ഭീമന് 12 ഇതളുകളുള്ള കർണകുണ്ടലവും സൂര്യ തേജസ്സുള്ള നെഞ്ചിലെ പതക്കവുമൊക്കെയുള്ള ആ ഭീമന്റെ ആ ഒരു മനോഹരമായ ഈ ശില്പത്തിന് കണ്ണേറ് തട്ടാതിരിക്കാൻ ഈ ഭീമന്റെ കാൽച്ചുവട്ടിൽ ഒരു ഈച്ചാടി വല്യമ്മയുടെ രൂപവും നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. രാജശില്പികളായിരുന്ന ഇടവങ്കോട് ആചാര്യമാരാണ് ഇതിൻ്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് എന്ന് പറയാൻ സാധിക്കും. നമുക്ക് ആ ഭീമസേനൻ, ആ ഈച്ചാടി വല്യമ്മ ഭീമന്റെ ശില്പത്തിന് കണ്ണു കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് മുമ്പിലങ്ങനെ ഒരു ഈച്ചാടി വല്യമ്മയുടെ രൂപം കുത്തിവെച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ഭീമസേനൻ ഈ ഓണാട്ടുകരയിലേക്ക് എങ്ങനെയാണ് ഭീമസേനൻ കടന്നു വന്നതുള്ളത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണവും നമ്മുടെ ചരിത്ര പണ്ഡിതന്മാർ നടത്തുന്നുണ്ട്. ഓണാട്ടുകര നമ്മുടെ ഭാരതത്തിൻ്റെ ഈ തെക്കൻ പ്രദേശങ്ങളിൽ, നമ്മുടെ ഉത്തരേന്ത്യയിലാണ് ഭീമനും അർജുനനും നകുലനും സഹദേവനുമൊക്കെ നമ്മുടെ നാടുമായി അങ്ങനെ ബന്ധമുള്ള ആളുകളല്ല. പക്ഷേ ഭീമസേനൻ ഈ ഓണാട്ടുകരയിൽ, ഈ ചെട്ടുകുളങ്ങരയിലെ ഒരു കരയുടെ കെട്ടുകാഴ്ചയായി ഭീമസേനൻ വന്നതിൻ്റെ പിന്നിലുള്ള ഒരു ചരിത്ര പശ്ചാത്തലം, ഒരിക്കൽ പഞ്ചപാണ്ഡവന്മാർ നമ്മുടെ ഈ പ്രദേശത്ത് അവരുടെ അധിവാസമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പാണ്ഡവന്മാരുടെ ഖാണ്ഡവദാഹം നടന്നത്, ആ പുരാണപ്രസിദ്ധമായ മഹാഭാരതത്തിലെ ഖാണ്ഡവദാഹം നടന്നത് ഈ ഓണാട്ടുകരയിലാണ് എന്നൊരു ചരിത്രഭേദം പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ ഖാണ്ഡവദാഹത്തിൽ വനങ്ങളൊക്കെ അഗ്നിക്കിരയായപ്പോൾ അവിടെ നിന്ന് പാമ്പുകൾ ഓടി ഒളിച്ച് രക്ഷപ്പെട്ട് അഭയം പ്രാപിച്ച സ്ഥലമാണ് മണ്ണാറശാല എന്ന് പറയാറുണ്ട്. അത് മണ്ണാറിയ ശാല, അവിടെയാണ് ഈ സർപ്പങ്ങളൊക്കെ വന്ന് അഭയം പ്രാപിച്ചത്. അവിടെ ഒരമ്മ ഈ സർപ്പങ്ങൾക്ക് അഭയം കൊടുത്തു. അങ്ങനെയാണ് മണ്ണാറശാലയിലെ പൂജാരിണിയായി ഒരു ബ്രാഹ്മണ സ്ത്രീ വരാൻ കാരണമതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പ്രദേശത്ത് പാണ്ഡവൻ പാറ,
നൂറ്റവൻ പാറ, ഇതൊക്കെ ചെങ്ങന്നൂരിലുള്ളതാണ്. അതുപോലെ കുന്തി പ്രതിഷ്ഠിച്ച മുതുകുളത്തെ പാണ്ഡവർകാവ് ദേവീക്ഷേത്രം, പഞ്ചപാണ്ഡവരുടെ 5 ക്ഷേത്രങ്ങൾ, ഈ അങ്ങനെ പാണ്ഡവ സംസ്കൃതിയുടെ സ്വാധീനമുണ്ട് ഓണാട്ടുകരയ്ക്ക് എന്നുള്ളത് കൊണ്ടാണ് ഈ ഭീമസേനന്റെ ശില്പം, ഈ 10ാമത് കരയുടെ ഒറ്റമടക്കിന്റെ ഭീമസേനന്റെ ശില്പം അത് ഇവിടെ ഒരു കെട്ടുകാഴ്ചയായി വരാൻ കാരണം അതാണ് എന്ന് പറയുന്നുണ്ട്. ഏതായാലും നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് ഈ കൗരവകാലത്തിന് ത്രേതായുഗത്തിൻ്റെയും ദ്വാപരയുഗത്തിൻ്റെയും ഒക്കെ അടയാളങ്ങളെ സൂക്ഷിക്കുന്ന ഒരു എതിരേൽപ്പുത്സവമാണ് ചുറ്റുകുളങ്ങരയുടെ കുംഭഭരണി. ആ അണിയിച്ചൊരുക്കിയ ആ ഭീമസേനൻ ഏറ്റവും ഈ കൂറ്റനായ ഈ ദാരു വിഗ്രഹം അങ്ങനെ വരുമ്പോൾ അത് മറ്റമടക്കിന് അത് തേരും കുതിരയും ഒന്നും അണിയിച്ചൊരുക്കാൻ സാധിച്ചില്ലല്ലോ എന്നുള്ള സങ്കടമൊന്നും അവർക്കില്ല. അവർക്ക് ചരിത്രത്തിൻ്റെ പ്രാചീനമായ ഒരു അടരിനെ, ഏറ്റവും മനോഹരമായ അടരിനെ അവർക്ക് ഏറ്റെടുക്കുവാൻ സാധിക്കുന്നുണ്ട്. ഭീമനോടൊപ്പം ഈ പഞ്ചതലത്തിൽ നിർമ്മിച്ചതാണ് ഈ ദാരുശില്പം എന്ന് പറയാറുണ്ട്. മുഖത്തിൻ്റെ അളവിൻ്റെ 5 ഇരട്ടിയാണ് ശരീരം എന്നുള്ളതാണ് ഈ പഞ്ചതല ശില്പത്തിൻ്റെ പ്രത്യേകത. ഈ ചുറ്റുകുളങ്ങര കുംഭഭരണിയുടെ പ്രാദേശിക വിഷയങ്ങളെക്കുറിച്ച് ഇപ്പോൾ ശ്രീ മുരളീധരൻ, ശ്രീ ഗോപകുമാർ എന്നിവർ നമ്മളോട് സംസാരിക്കും. ഒരു കുതിര കടന്നു വരുമ്പോൾ പെട്ടെന്ന് ആകാശത്തൊരു നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടതുപോലെ അല്ലേ? അത് ഒരു ഗോപുരം നടന്നെടുക്കുന്നത് പോലെ എന്ന് വേണമെങ്കിൽ പറയാം. അതെ, ഒരു ഗോപുരമല്ല, ഒരു കെട്ടിപ്പൊക്കൽ. പെട്ടെന്ന് നാം അറിയാതെ ഒരു രോമാഞ്ചത്തിലേക്ക് വഴുതി വീഴുന്നു. ഭൗതികതയിൽ നിന്നും നമ്മളറിയാതെ ആത്മീയതയിലേക്ക് ഒരു വഴുതി ഉയരത്തിലേക്ക് പോവാണ്. ഉയരത്തിലേക്ക് എന്ന് പറഞ്ഞാൽ 42.5 കോൽ പൊക്കമാണ് ഒരു കുതിരയുടെ പൊക്കം. അപ്പൊ നമ്മൾ ഇവിടെ നിന്നങ്ങ് അഭൗമമായ ഒരു ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എനിക്കത് അങ്ങനെയാണ് തോന്നി. പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു കുതിര പ്രത്യക്ഷപ്പെടുന്നു. പെട്ടെന്ന് നമ്മൾ അറിയാതെ ഒരു ഞെട്ടലോടെ നോക്കുകയാണ്. അപ്പോഴാണ് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് ഒരു ഗോപുരം നടന്നെടുക്കുന്നത്. ഒരു ഗോപുരം നമ്മുടെ നേരെ നടന്നെടുക്കും പോലെ. അതെ, അതുപോലാണ് 5.5 ടൺ ഭാരമുള്ള ഭീമസേനൻ നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. പോത്തിനെ പൂട്ടിയ വണ്ടിയല്ലേ. അതൊക്കെ എന്തോ ഇത് നമ്മൾ ആസ്വദിക്കുന്നതിന് നമുക്കിത് വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയില്ല. പ്രേക്ഷകർക്ക് ഇപ്പോൾ ഇത് കാണാം. പക്ഷെ എങ്ങനെയാണ് നിങ്ങൾ അതിനൊന്ന് ഒരു ശ്രമം നടത്തി നോക്കുമോ? വാക്കുകൾ കൊണ്ട് ഇതിനൊന്ന്. അതാണ് ഞാൻ നേരത്തെ മുതൽ പറയുന്നത്. വാക്കുകൾ കൊണ്ട് പറയുമ്പോൾ കാഴ്ചക്കാരന്റെ മനസ്സ് എങ്ങനെ പോകുന്നു, ഏത് ഭാവത്തിലേക്ക് പോകുന്നു, ആ ഭാവത്തിലേക്ക് വ്യാസനെ ഇഷ്ടപ്പെടുന്ന, മഹാഭാരതത്തെ ഇഷ്ടപ്പെടുന്ന ഏതോ ഒരു സാഹിത്യ കുതുകി അല്ലെങ്കിൽ കലാകാരനായിരിക്കണം ഈ ഭീമസേനന്റെ രൂപം കണ്ടെത്തിയത്. അല്ലാതെ അതിൽ വേറെ ഒന്നുമില്ല. അവിടെ മതമില്ല, രാഷ്ട്രീയമില്ല, ഒന്നുമില്ല, ആത്മീയത പോലുമില്ല. ഈ രൂപത്തിന്, ഈ ഭൗതികമായ ഈ ബൃഹത് രൂപത്തിന് ഞാൻ എൻ്റെ സർഗാത്മകതയിലൂടെ ആവാഹിക്കുന്നു എന്നാണ്. ആ ആവാഹിക്കുന്നത് എന്തിനു വേണ്ടി? വല്യമ്മയുടെ കാഴ്ചവസ്തുവായി ആ ഗാലറിയിൽ കൊണ്ടുവെക്കാൻ. അതാണ് അതിൻ്റെ സവിശേഷത. ഹനുമാൻ വേറെ പ്രാധാന്യം കൊടുക്കാതെ, ചടങ്ങിന് പ്രാധാന്യം കൊടുത്ത്, ആചാരങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത്, അതിൻ്റെ നിഷ്ഠങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് അത് പൂർണ്ണമായി നടത്തിയാൽ അതിൻ്റെ അനുഗ്രഹം പൂർണ്ണമായും ഉണ്ടാകും. എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നതാണ്. അതിനെ തീർച്ചയായും ഇത് ഒരു ഭാരിച്ച ചെലവുള്ളതാണ്. അത് പൂർണ്ണമായും നേരത്തെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിൻ്റെ രീതിയിലേക്ക് ചെറിയ രീതിയിലും നടത്താം, എല്ലാ രീതിയിലും നടത്താൻ പറ്റുന്നതാണ്. പക്ഷെ അതെല്ലാം ചിന്തിച്ച് ഒരു കുറവുകൾ വരാതെ നടത്തിയാൽ അത് നിങ്ങൾക്ക്, നിങ്ങളുടെ കുടുംബത്തിന് ഐശ്വര്യങ്ങൾ വരും എന്നുള്ളത് ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്. എൻ്റെ അനുഭവത്തിൽ എനിക്ക് ബോധ്യപ്പെട്ടതാണ്. സാധാരണക്കാരനായ എനിക്ക് ഒരു കുത്തിയോട്ടം നടത്താൻ സാധിച്ചുവെങ്കിൽ നിങ്ങൾ ഏവർക്കും നടത്താൻ സാധിക്കും. അതൊരു പുണ്യമായി ഞാൻ കാണുകയാണ്. അതുപോലെ തന്നെ അമ്മയുടെ മാഹാത്മ്യം ഈ ലോകത്തിലെ എല്ലാ ജനങ്ങളിലും അറിയിക്കുവാൻ, അവരെ
അമ്മയുടെ തിരുനടയിൽ എത്തിക്കുവാനും നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും കുംഭഭരണി ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഈ തേരും കുതിരകളും കാണുമ്പോൾ ഒരു അതീന്ദ്രിയതയിലേക്ക് നമ്മൾ മാറുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, ഒരു ട്രാൻസെൻഡന്റൽ, നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഒരു ട്രാൻസെൻഡന്റൽ മെഡിറ്റേഷൻ ആയിട്ട് പ്രവേശിക്കാം. അതിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ ഈ ആകാശവും ഒക്കെ അങ്ങനെ മുട്ടി നിൽക്കുന്ന കുതിരയും. പക്ഷേ ആ കാഴ്ചയിൽ നിന്ന് വ്യത്യസ്തമായാണ് ഭീമസേനും ഈച്ചാടി വല്യമ്മയും. അതെ, ഈച്ചാടി വല്യമ്മയെ നമ്മള് മറ്റൊരു കാര്യമായിട്ട് കണ്ടാൽ മതി. നാടിന്റെ നർമ്മ സ്തുതിയാണ്. ആ ഒരു ചെവിയുടെ ഇതൊക്കെ ഞാന്നിങ്ങനെ കിടക്കുന്ന ഒരു വല്യമ്മ. ആ വല്യമ്മ ഇപ്പൊ ഇച്ചിരി വലുതായിപ്പോയി. 100 കൊല്ലത്തിന് ശേഷം വല്യമ്മ ഇച്ചിരി വലുതായിരിക്കുന്നു, തടി വെച്ചിരിക്കുന്നു. പണ്ട് അത്ര ഇല്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ മറ്റം വടക്കുന്ന് വരാനുള്ളത് മറ്റം വടക്കുന്ന് വന്നതാണ് മറ്റം വടക്കുന്ന് ഭീമൻ. ഇനിയും മറ്റം തെക്കുണ്ട്. തെക്കുള്ളത് സത്യത്തിൽ അത് ഘടോത്കജനാണ്. ഘടോത്കജനല്ലാത്ത ഒരു രൂപത്തിന് ഈ സന്ദർഭത്തിലേക്ക് കൊണ്ടുവരുന്നത് യുക്തിസഹമാണ് എന്ന് തോന്നുന്നില്ല. ഹനുമാൻ രാമായണ കഥാപാത്രമാണ്. വാൽമീകിയുടെ കാലത്തിലെ ഒരു രൂപത്തിനെ, പ്രതിബിംബത്തിനെ വ്യാസന്റെ കാലത്തിലെ, അതാണ് ത്രേതായുഗത്തിലെ ഒരിടത്ത് വ്യാസന്റെ കാലത്തിലേക്ക് പ്രതിഷ്ഠിക്കുന്ന തക്കവണ്ണം യുക്തിഹീനത അന്നത്തെ ആളുകൾ ആരോപിക്കാം. പക്ഷെ അത് ആ കരക്കാരുടെ ഒരു സ്വാതന്ത്ര്യമാണ്. കരക്കാർ അത്തരം ഒരു സ്വാതന്ത്ര്യം എടുത്തിരുന്നോ എന്ന് നമുക്ക് സംശയാലുക്കളാകുന്നതിനും തെറ്റില്ല. കാര്യം ഇത് ചെയ്തവർ ഭക്തിയാദരത്തോടുകൂടി ഈ വ്യാസനെയും വാൽമീകിയെയും ഒക്കെ സ്തുതിച്ചുകൊണ്ടായിരിക്കുമല്ലോ ഇത് ചെയ്തിരിക്കുന്നത്. കാര്യം ഐതിഹ്യം പറയുന്നത് സ്വപ്നദത്തമായ ഗണിതശാസ്ത്രം, ഗോപുര വിദ്യാപ്രയോഗം, അതാണ് ഇതിൽ പ്രയോഗിച്ചിരിക്കുന്നതെന്നാണ്. അല്ലെങ്കിൽ ഈ കൊലുന്നന പോകുന്ന 42 കോൽ പൊക്കമുള്ള ഈ കൊലുന്നന പൊങ്ങുന്നത് എങ്ങനെയാണ്? മറ്റം തെക്കുകാരുടെ ഘടോത്കജനാണിത് സത്യത്തിൽ. ഭൂമിക ശത്രുഘ്നൻ പറയുന്നു, വരാൻ പോകുന്ന യുദ്ധം കുടിവെള്ളത്തിന് വേണ്ടിയായിരിക്കുമെന്ന് പറയുന്നു. നമ്മുടെ വരാൻ പോകും മേനാമ്പള്ളിയുടെ തേര്, 12ാം കരയുടെ തേര് കാഴ്ചക്കണ്ടത്തിലേക്ക് ഇറങ്ങുകയാണ്. ഇത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു. ഇവിടെ ശ്രീ ഗോപകുമാർ സാറും ശ്രീ മുരളീധരൻ സാറും ഒക്കെ ചർച്ച ചെയ്തു. നമ്മുടെ പാരിസ്ഥിതികമായ കാർഷികമായ സംസ്കാരം നഷ്ടപ്പെട്ടു പോയാൽ ഈ രാജ്യമില്ലാതെയായി പോകും. ഇവിടെ പരിസ്ഥിതിയുമായി ഇണങ്ങാത്ത ജീവിത രീതി ലോകത്തെ ആകെ നശിപ്പിക്കുമ്പോൾ പരിസ്ഥിതിയുമായി ഇണങ്ങിക്കൊണ്ടുള്ള ഒരു ജീവിത മാതൃക ലോകത്തിന് കാഴ്ചവെക്കുന്ന വിശ്വവാദീശ്വരി ഇഷ്ടമാദേവി ചെട്ടിക്കുളങ്ങരെ വാഴുമമ്മേ തുഷ്ടിയോടി ഏറ്റു നിന്നിടണേ ഇഷ്ടക്കേടേതും പൊറുത്തിടണേ. ശ്രീഭദ്രകാളിക്കളത്തിലെല്ലാവരും ഈ ഭദ്രദീപം വണങ്ങി നിൽക്കാം. ദീപപ്രശോഭയിലാമഖശക്തിതൻ പാദപ്ര